കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം 40 ഡേയ്സ് വചന ധ്യാനത്തിന്റെ 16-ാമത്തെ ദിവസം നമുക്ക് എത്തിച്ചേരാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ഈവനിങ്ങിൽ 14-ാമത്തെ ദിവസം രാത്രിയിൽ നമ്മൾ ഓരോ വീക്കിലും നമ്മൾ ഈ ദൈവവചന പഠനം എത്രമാത്രം നിങ്ങൾക്ക് പ്രായോഗികമായി പ്രയോജനം ചെയ്തു വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ഫീഡ്ബാക്ക് ഓരോരുത്തരും നമുക്ക് കേൾപ്പാനിടയായിത്തീരുന്നത് വളരെ സന്തോഷവും വളരെ പ്രശംസനീയമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം പ്രിയ ജിൻസിയും പറയുവാനിടയായിത്തീർന്നു. അത് ഈ വചന പഠനം എത്രമാത്രം ജീവിതത്തിൽ വലിയ വലിയ കാഴ്ചപ്പാടുകളും ജീവിത രൂപാന്തരവും ദൈവത്തിലുള്ള അചഞ്ചലമായ കോൺഫിഡൻസും ഒക്കെ ലഭിക്കുകയും അതിലുപരിയായി സ്നാനപ്പെടുവാനുള്ള താല്പര്യം അറിയിക്കുകയും ചെയ്തു. നിങ്ങളെല്ലാവരും ആ പ്രിയപ്പെട്ട മകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. തൻ്റെ പ്രിയപ്പെട്ടൻ ഫ്രാൻസിൽ പഠിക്കാൻ പോയിരിക്കുകയാണ്. വിശേഷ കൃപയാൽ ദൈവയുടെ നിലനിർത്തുവാനുള്ള കൃപയ്ക്കായും ദൈവം വാതിലുകൾ തുറന്നു കൊടുക്കുവാനും വേഗത്തിൽ ഫ്രഞ്ച് ഭാഷ പഠിക്കുവാനുള്ള കൃപ ദൈവം നൽകേണ്ടതിനായും വിശേഷാൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഫീഡ്ബാക്ക് ലഭിക്കാത്ത ചിലർ ഉണ്ട്. അവർക്ക് നമ്മുടെ ഈവനിങ് മീറ്റിംഗ് അവർക്ക് അവിടെ അർദ്ധരാത്രി ആയതുകൊണ്ടാണ് ഈ സമയം. ചിലർക്ക് ഞാൻ അതിനുള്ള അവസരം നൽകുന്നു. ജോസ് ജെറോമിന് എങ്ങനെ ഇത് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നറിയാനായിട്ട് താല്പര്യമുണ്ട്. ജോസ് ജെറോം, കേൾക്കാമോ? ഈ ക്ലാസ് വളരെ പ്രയോജനമാണ്. ക്ലാസ്സാണ് ആത്മീയ ജീവിതത്തിന് ഏറ്റവും വലിയ. പിന്നെ ജോലിയുടെ ഇടയിലും നമുക്കിത് കേൾക്കാൻ പറ്റുന്നതിന് ഒരു ഭാഗ്യമാണ്. നമ്മൾ റിസ്ക് എടുക്കാൻ ഒരു ക്യാപ്ഷൻ ഉണ്ടായാലും വളരെ പ്രയോജനമാണ് ക്ലാസ്. താങ്ക് യു ജോസ്. ജോസ് ഡ്യൂട്ടിയിലാണ്. ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാൻ പരിശുദ്ധാത്മ സഹായിക്കട്ടെ. വാത്സല്യ ബ്രദർ ജിക്സനും 5 മിനിറ്റ് എടുത്ത് നിങ്ങൾക്ക് ഈ പിന്നിട്ട 15 ദിവസത്തെ ക്ലാസ്സുകൾ എപ്രകാരം നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്ന് അറിയുവാനായി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് നെഹമ്യാനെ ഒത്തിരി ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞാനൊരു 2-3 മാസം മുമ്പ് ഈ ബുക്ക് വായിച്ചിരുന്നതാണ്. പക്ഷെ ഇത്രയും ഇതിനകത്ത് പറയണ്ടെന്നൊരു അറിയണ്ടായിരുന്നില്ല. ഇത്രയും അത് മനസ്സിലാക്കിണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു 6-7 ചാപ്റ്റർ പിന്നിട്ടപ്പോഴത്തേക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായി മാറി. എന്ന് വെച്ചാൽ ഒത്തിരി ആത്മീയമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു മോഡലായിട്ട് വെക്കേണ്ട ഒരു ലീഡർ ആണെന്നുള്ളൊരു കൺവിക്ഷൻ ദൈവം വചനത്തിലൂടെ പഠിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ ഒത്തിരി രൂപാന്തരം. ചില ക്യാപ്ഷൻസ് പാസ്റ്റർ പറയുന്നത് അതൊത്തിരി ഓർക്കാൻ എളുപ്പവുമാണ്. ഒത്തിരി ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊത്തിരി അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. തുടർന്നുമുള്ള ക്ലാസ്സുകളിലേക്ക് ഒത്തിരി ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു. Thank you. Praise God. Jackson. Praise the Lord, Pastor. Yes. ദൈവനാമപ്പെടുമാറാകട്ടെ. ഈ ഒരു സെഷൻസിലേക്ക് കടന്നു വരാൻ കർത്താവ് അനുവദിച്ചതിന് ഞാൻ കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം ആക്കി എന്നുള്ളത്, ഈ ഒരു നെഹമ്യാവ് എന്നുള്ളൊരു പുസ്തകത്തിന്റെ വളരെ ആഴങ്ങളിലേക്ക് ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. ഇതിക്ക് മുമ്പ് അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഞാനത് പഠിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരുപക്ഷെ ചിലപ്പോൾ എൻ്റെ കുറവ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റായിക വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു വചന പഠനം വളരെ ആഴത്തിൽ എന്നെ സ്പർശിച്ചൊരു കാര്യമാണ്. അതുപോലെ ഇതിൽ കൂടുതലും എനിക്ക് ആകർഷകമായിട്ടുള്ളത് പാസ്റ്റർ കൂടുതലും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് കൂടുതലും പറഞ്ഞു തരുന്നത്. അത് ഇന്നേ വരെ എങ്ങും കിട്ടാത്ത ഒരു കാര്യമാണ്. ഞാൻ അതിൻ്റെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഒത്തിരി നന്ദി പറയുന്നു. പാസ്റ്റർ ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക്. അപ്പോൾ ഇന്നലെ തന്നെ പാസ്റ്റർ
ഒരു ഘട്ടത്തിൽ പറയണ്ടായി, പള്ളി ഭക്തിയല്ല ദേവഭക്തി, ഒരു കെട്ടിടമല്ല ആരാധനാലയം. പക്ഷെ അതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ അതെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് നല്ലോണം ആഴത്തിൽ സ്പർശിച്ച് അകത്തേക്ക് കയറുന്നുണ്ട്. അതനുസരിച്ച് നമുക്കത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ, ഞാൻ ഇന്നലെ തന്നെ ഞങ്ങളുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ അതപ്പം തന്നെ ഷെയർ ചെയ്തായിരുന്നു ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പൊ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് വളരെ ആഴത്തിൽ നമുക്കത് സ്പർശിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം വരുത്താനായി ശരിക്കും സഹായിച്ച ഒരു ക്ലാസ്സുകളാണ്. അതുപോലെ തന്നെ ഈ, മുമ്പത്തെ ബ്രദർ പറഞ്ഞ പോലെ ജോലി സമയത്തായാലും നമുക്കിന്ന് കേൾക്കാൻ സൗകര്യമുള്ള ഒരു രീതിയിൽ പാസ്റ്റർ യൂട്യൂബിൽ നടത്തുന്ന കാരണം നമുക്ക് മിസ്സായപ്പോലും അത് റെക്കോർഡഡ് സെഷൻസ് എങ്കിലും നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടല്ലോ എന്ന് ഓർത്തും ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു വെരി മച്ച്. ടെസ്റ്റ് മണി പങ്കുവയ്ക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് 1 മിനിറ്റ് നൽകുന്നു. വിവോ 1906 എന്ന് പറഞ്ഞൊരു ഡിവൈസ് കാണുന്നു. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ആ ലോർഡ്. ആ പാസ്റ്ററെ, എനിക്ക് ഞാൻ എന്തോ പറയാ, ഞാൻ ഇടയ്ക്ക് ഞാൻ തനിയെ ദൈവസന്നിധി ചോദിക്കും, എന്നെ ഇത്രയും സ്നേഹിക്കാൻ കർത്താവിന് എങ്ങനെ പറ്റുന്നു? ഈ വചന പഠനത്തിലൂടെ മനസ്സിലായത് യെരൂശലേമിൻ പള്ളിയുടെ ദേവാലയത്തിന്റെ മതില് മാത്രമല്ല, എന്റെ ആത്മീയ ജീവിതത്തിന്റെ മതിലും ആകെ താറുമാറായി കിടന്നത്. പ്രാർത്ഥിക്കും, വചനം വായിക്കും, ഒന്നും മനസ്സിലാകത്തില്ല. എന്നിട്ട് മറ്റുള്ളവരിലേക്ക്, ഹസ്ബൻഡോ മക്കളോ, അവരുടെ കുറ്റങ്ങളാണ് എൻ്റെ കണ്ണു മുമ്പിൽ. ഇന്ന് അതിനെല്ലാം എനിക്ക് വലിയ മാറ്റം വന്നു. ഞാൻ എൻ്റെ കൂട്ടായ്മയിലുള്ള അവന്റെ ഒരു സഹോദരി, പാസ്റ്ററിനെ കഴിഞ്ഞ ദിവസം വിളിച്ചില്ല, ഒരു വയ്യാത്തൊരു കൊച്ച് വീൽ ചെയറിലിരിക്കുന്നത്. ഞങ്ങൾ രണ്ടും ഈ പ്രെയർ കഴിയുമ്പോൾ അവൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും, ഞാൻ എല്ലാം എഴുതി വെച്ചിട്ട് അവളോട് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവള് പറയും, എനിക്കറിയത്തില്ല, എൻ്റെ ഉള്ളിൽ ഇത് കേൾക്കുന്നതോറും എനിക്ക് എൻ്റെ മനസ്സിനകത്ത് അങ്ങ് തീ കത്തുന്ന പോലെയാ. ഇതുപോലൊരു ക്ലാസ് ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു. കാരണം തളർന്നു പോകുന്ന ആ സമയത്ത് ദൈവം തന്ന ഒരു കരുതലായത്. ദൈവം കരുതുന്നതിന്റെ ഒരു അടയാളമാണ്. ഞങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. പാസ്റ്ററെ, ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കുറ്റം പറയും, പ്രാർത്ഥിക്കും. എന്നിട്ട് ഇങ്ങനെ കാണുമ്പോഴെല്ലാം ഞാൻ അതിനെ വിമർശിക്കുമായിരുന്നു. അപ്പോഴേ എന്നിലേക്ക് തന്നെ നോക്കാൻ എനിക്ക് ദൈവം ഒരു അവസരം കൂടെ തന്നു. ഞാനാണ് ശരിയാവേണ്ടത്. വചനം ഒരു കണ്ണാടിയായിട്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ, ഈ വചനം തേനിലും തേൻകട്ടയിലും മധുരമുണ്ട്, ഇതെനിക്ക് രുചിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ മറ്റേ സഹോദരങ്ങൾ പറഞ്ഞതുപോലെ നെഹമ്യാവിന്റെ പുസ്തകം ഞാൻ ഒരുപാട് വട്ടം ഞാൻ വായിച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലായിട്ടില്ല. ആ ആദ്യത്തെ ഒരു പ്രെയർ, ഇന്ന് എനിക്ക് കാര്യം സാധിച്ചു തരണമേ എന്നുള്ള ആ ഒരു പ്രെയർ മാത്രം ഞാൻ ബൈഹാർട്ട് പഠിച്ച് ഞാൻ ഇടയ്ക്ക് പറയുമായിരുന്നു. അല്ലാതെ ഇതിനകത്ത് ഇതുപോലൊരു അർത്ഥമുണ്ട്, ഇത് ഇത്രയും നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്താനുണ്ട്, ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ദേവദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ ദാസനിലുണ്ട്. ഒത്തിരി സന്തോഷം പാസ്റ്ററെ, ഒത്തിരി സന്തോഷം. പ്രൈസ് ഗോഡ്. താങ്ക് യു സിസ്റ്ററെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ മഹത്വം നാം രുചിക്കുന്ന നമ്മുടെ ജീവിതാനുഭവം. പാസ്റ്റർ, ഐഡ സിസ്റ്റർ കുറെ നേരം ഉണ്ട് കൈ കാണിക്കുന്നുണ്ട് പറയാൻ. പ്ലീസ് പറഞ്ഞിട്ട് മതി, കുഴപ്പമില്ല. പറഞ്ഞാട്ടെ. പാസ്റ്റർ, എന്റെ ജീവിതത്തിൽ വളരെ എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തിയതാണ് ഈ വചനം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വചനം എല്ലാ ദിവസവും വായിക്കുമെങ്കിലും എല്ലാ ദിവസവും 2-3 പ്രാവശ്യം, അതായത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഞാൻ വചനം വായിക്കും. പക്ഷെ അത് വായിച്ചില്ല, കഥ വായിക്കുന്ന പോലെ വായിച്ച് വിടുകയായിരുന്നു ഞാൻ ചെയ്തത്. കുറച്ചൊക്കെ പിന്നെ നമ്മൾ ഈ ബൈബിൾ വചനം ആരംഭിച്ചതിന് ശേഷം കുറച്ചുകൂടെ സാവധാനത്തിൽ അർത്ഥം മനസ്സിലാക്കി വായിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചു. പക്ഷെ ഈ നമ്മുടെ ഈ ബൈബിൾ ക്ലാസ് 40 days തുടങ്ങിയപ്പോഴത്തേക്ക് പാസ്റ്റർ വചനം പറയുമ്പോഴത്തേക്ക് ഓരോ വാക്കും എടുത്ത് അതിനെ അത് വിശദീകരിക്കുമ്പോഴത്തേക്ക്, കർത്താവ് ഇതാണല്ലോ, ഇങ്ങനെയാണല്ലോ വചനം വായിക്കേണ്ടത്. കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. എന്നെ ഒത്തിരി രൂപാന്തരപ്പെടുത്തി.
Jesus, thank you, Lord. Thank ക്ഷമിക്കുവാനുള്ള കൃപ തന്നു. you, Lord. Thank you, Lord. എന്നെ കർത്താവിലേക്ക് നോക്കുവാൻ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. Jesus, thank you, Lord. Thank you, Lord. Thank you. ഞാൻ എപ്പോഴും എന്നെ തന്നെയാണ് ആശ്രയിച്ചിരുന്നത്. ഏറ്റവും അവസാനമായിരുന്നു കർത്താവിനോട് എന്റെ വഴിയാണ്, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നറിയുമ്പോൾ മാത്രമായിരുന്നു കർത്താവിനോട് അപേക്ഷിച്ചിരുന്നത്. പക്ഷെ അത് മാറി. ഇപ്പം ആദ്യമേ എന്റെ കർത്താവിലേക്ക് നോക്കുവാൻ കർത്താവ് എന്നെ പഠിപ്പിച്ചു. എന്റെ സാവധാനത്തോടെ ഇരുന്ന് കർത്താവിന്റെ തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് കർത്താവിനെ പഠിപ്പിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ആത്മീയ വർദ്ധനവ് കിട്ടുന്ന ഒരു ഇതിൽ ചേരാൻ. സത്യം പറഞ്ഞ എനിക്ക് ഇങ്ങനെ പാസ്റ്ററിന്റെ ആസാദിയിലുള്ള പ്രസംഗം കേട്ട് പെട്ടെന്നുള്ളൊരു ഇതിൽ ചെയ്തതാണ്, എൻറോൾ ചെയ്തതാണ്. പക്ഷെ അതെന്റെ ജീവിതത്തിൽ ഒത്തിരി അതെന്റെ ഒരു എന്താ പറയുന്നത് ടേണിംഗ് പോയിന്റ് ആയിട്ട് കർത്താവ് തന്നെ അത് മാറ്റി. തുടർന്ന് കർത്താവ് എന്നെ ആത്മാവിൽ ശക്തിപ്പെടുത്തിയ കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരം കർത്താവ് എന്നെ ആ പാതയിലൂടെ നയിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇത് നയിക്കുന്ന പാസ്റ്റർ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. Amen. Thank you very much, Sister Ida. കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ എൻവലപ്പിനുള്ളിൽ കവർ ചെയ്യാൻ ഈ വചന പഠനം ഇടയായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിപ്പടി ഇനി ആർക്കെങ്കിലും കഴിഞ്ഞ ദിവസം ഓപ്പർച്യൂണിറ്റി കിട്ടാതെ ഇരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിനിറ്റ് എടുക്കാം. എനിപ്പടി ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവവചനം എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് ഉള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം വളരെയധികം സന്തോഷിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ് ഇത്രയും ദൈവവചനത്തിന് പ്രാധാന്യം നൽകുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിലെ ആത്മീയഗോളത്തിൽ നോക്കിയാൽ എല്ലാം ലോകം ചർച്ചിനകത്ത് കയറി മിക്സ് ചെയ്തു പോകുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ കാഴ്ചപ്പാടില്ലാത്ത ആത്മീയ നേതൃത്വങ്ങൾ പെരുകി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവവചനം ദുർലഭമായിരുന്നാൽ ദർശനമേറെ ഇല്ലാതെ പോകും എന്ന് നാം തിരിച്ചറിയണം. ഏലിയുടെ കാലഘട്ടത്തിൽ അതായിരുന്നു സംഭവിച്ചത്. ആ വചനഭാഗം ഒന്ന് തൊട്ടുവിട്ടിട്ട് നമുക്ക് നെഹമ്യാവിലേക്ക് വേഗം വരാം. നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ വേഗം ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 3 വേഴ്സ് 1 and 2. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ദർശനം ഏറെ ഇല്ലായിരുന്നു. ശ്രദ്ധിക്കുക. ആമേൻ. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ഇന്നത്തെ കാലഘട്ടം അതിനോട് ഏറെക്കുറെ സിമിലറാണ്. എവിടെ നമ്മൾ നോക്കിയാലും പ്രോസ്പെരിറ്റി. അതിനുള്ള ഫാഷനും അതിനുള്ള ഫ്യൂഷനും അതിനുള്ള എല്ലാ സംവിധാനങ്ങൾ കൊണ്ട് ആളുകളെ വൈകാരിക തലങ്ങളിൽ ഇങ്ങനെ ആറാടുമാറാക്കി കൂടുതൽ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി ഏതു മ്ലേച്ഛതകൾ ചെയ്യുന്നതിനും വിലക്കുകളില്ലാത്ത ഒരു പഠിപ്പിക്കലുകളിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവവചനത്തെ പിറകിൽ എറിഞ്ഞു കളഞ്ഞിട്ട് മാനുഷ്യ കൽപ്പനകളും മാനുഷ്യ നിയമങ്ങളും മാനുഷ്യ തിയറികളും അതിൻ്റെ ഫിലോസഫികളും ഒക്കെ മിക്സ് ചെയ്ത് ഇതൊക്കെയാണ് ദൈവവചനം, ഇവിടെയാണ് സ്വർഗം, ഇവിടെയാണ് നരകം, എൻജോയ് എന്നുള്ള തലങ്ങൾ ഇളം തലമുറകളിലേക്ക് കുത്തിവെച്ച് അതിന് ആത്മീയ പരിവേഷം കൊടുത്ത് വരുന്ന തലമുറയെ കൂടെ തകർത്തെറിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ ഞാൻ വളരെ ഭയത്തോടെ ഓർപ്പിക്കട്ടെ, ഈ ഓൺലൈൻ സെമിനാരി പഠനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്നതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ, പ്രകാശനങ്ങൾ, ആ ദൈവവചനത്തിലെ മാധുര്യം, അതിൻ്റെ മഹത്വം നമുക്കറിയാം. വടിയുടെ അറ്റം
തേൻകട്ടയിൽ തൊട്ട് നാക്കയിൽ തൊട്ട അത് ആ ശൗലിൻ്റെ മകനായ യോനാഥാന്റെ കണ്ണ് തുറന്ന് ആ രുചി അനുഭവിച്ചപ്പോൾ അവൻ്റെ പുറത്തെ കണ്ണ് തുറന്നു. എന്നാൽ തേനിലും തേൻകട്ടയേക്കാൾ മധുരമുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അറകൾ പ്രകാശിപ്പാൻ ഇടയായിത്തീരും. നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടുവാനും നിങ്ങളുടെ ഹൃദയം ദൈവവചനത്തിനായി ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നതുപോലെ ദൈവവചനം ശ്രദ്ധിക്കേണ്ടതിന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ കർത്താവ് തുറക്കപ്പെടുന്നു. തിരുവെഴുത്തും ദൈവശക്തിയും തിരിച്ചറിയേണ്ടതിന് ഉള്ള കൃപ ദൈവം നമുക്ക് തരുന്നു. തിരുവെഴുത്ത് തിരിച്ചറിയേണ്ടതിന് നമ്മുടെ ബുദ്ധിയെ തമ്പുരാൻ തുറക്കുന്നു. ഇത് ദൈവവചനത്തിലെ അത്ഭുതങ്ങളെയൊക്കെ കാണേണ്ടതിന് നമ്മുടെ ആത്മീയ കണ്ണുകളെയൊക്കെ ഇന്നലകളിൽ ദൈവം തുറന്ന ആ വലിയ ദൈവകൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇവിടെ വായിച്ചത് ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. അപ്പോൾ വചനം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ കാഴ്ചപ്പാടില്ലാത്തവരായി മാറിപ്പോകും, അന്ധന്മാരായി പോകും, ആ സ്പിരിച്വൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളായി പോകും. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പോൾ ഇതാണ് ആത്മീയ അന്ധതയാണ്. വേഷഭൂഷാദികളുടെ പരിവേഷം മാത്രം കൊണ്ട് അതേ കെട്ടിടങ്ങൾ അലങ്കരിച്ച് ആ ഒരു തലങ്ങളിലേക്ക് ആളുകളെ പിടിച്ചു നിർത്തുമ്പോൾ സഹോദരങ്ങളെ, ചടങ്ങുകളല്ല ആരാധന, ചടങ്ങുകളല്ല ആത്മീയം. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് വചനമില്ലെങ്കിൽ ദർശനം കാണുകയില്ല. അപ്പൊ ദർശനം ഇല്ലെങ്കിൽ ആ വചന വെളിപ്പാടുണ്ടാകുകയില്ല. വചന വെളിപ്പാടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതെ, സദൃശ്യവാക്യം 29-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇവിടെ നമ്മൾ കണ്ടത് വചനം ദുർലഭമായിരുന്നു, യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, അതുകൊണ്ട് ദർശനം ഏറെയില്ലായിരുന്നു. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, തിരുവചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മങ്ങിക്കൊണ്ടേയിരിക്കും. പണ്ടത്തെ കാലത്ത് നമ്മുടെ വീട്ടിലെ വിളക്ക്, ഓട്ടുവിളക്ക് അത് രാവിലെ കഴുകി വൃത്തിയാക്കി വയ്ക്കും, വൈകുന്നേരം അതിൽ എണ്ണ പകർന്ന് തിരിയൊക്കെ മുറിച്ച് മാറ്റി ആ വീടുകളിൽ ഉപയോഗിച്ച ഒരു കാലം ഒരുപക്ഷെ 10-40 വർഷങ്ങൾക്ക് 30 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുമായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എണ്ണ പകരേണ്ടിടത്ത് പകർന്നെങ്കിൽ മാത്രമേ നമുക്ക് കത്തി ജ്വലിക്കുവാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തിരുവചന ധ്യാനം ദിനചര്യയാക്കി മാറ്റണം. 40 ഡേയ്സ് കഴിയുമ്പോൾ പിന്നെ ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പല സെഷനുകൾ ദൈവം അനുവദിച്ചാൽ ആരംഭിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക വിശേഷാൽ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതേ സദൃശ്യവാക്യം 29-ാം അധ്യായം 18-ാം വാക്യം ഒരാൾ വായിച്ചാട്ടെ. എന്താണ് എഴുതിയിരിക്കുന്നത്? വെളിപ്പാടില്ലാത്തിടത്ത് ജനം എന്ത് ചെയ്യുന്നു? മര്യാദ നടക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ തിരുവചനത്തിന്റെ പ്രാധാന്യം എന്താണ്? തിരുവചനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആണ്. ഇത് തിരുവചനത്തിന് ഭയങ്കര ശക്തിയാണ്. കാരണം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചു, എന്താണ്? ലെറ്റ് there be light. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അവിടുത്തെ വചനമാണിത്. അപ്പോൾ ഇത് ക്രിയേഷൻ, സൃഷ്ടിപ്പിന്റെ ശക്തിയുള്ള വചനമായതുകൊണ്ടാണ് ഇതിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്. മാത്രമല്ല, ദൈവവചനത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ, വെളിപ്പാടുകൾ കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടത്, ഈ തിരുവചനം ചുമ്മാതെയല്ല, ഇത് അധികാരമുള്ളതാണ്, അതോറിറ്റി ഉള്ളതാണ്. 2 തിമോഥി നിങ്ങൾക്ക് പറഞ്ഞ വാക്യങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഇത് കാഴ്ചപ്പാട് കിട്ടുന്നതാണ്. യോഹന്നാൻ 1:1 കാണുന്നു. ഇത് അധികാരം നിറഞ്ഞതാണ്. 2 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കാണുന്നത് എന്താണ്? ഓൾ സ്ക്രിപ്ചേഴ്സ് ഈസ് ഇൻസ്പയർഡ് ബൈ ഗാഡ്, and is useful for teaching and correction. അതുകൊണ്ട് ഈ തിരുവചനം കറക്റ്റ് ചെയ്യുവാനും, ഇത് ദൈവനിശ്വാസ്യമായ തിരുവചനമായതുകൊണ്ട് ഇത് മറ്റുള്ളവരെ ശരിയായ നിലകളിൽ ആത്മീയ അനുഗ്രഹങ്ങൾക്കായി പഠിപ്പിക്കേണ്ടതിന് വേണ്ടിയും നമ്മുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്യേണ്ടതിനു വേണ്ടിയാണ് നാം ഈ ദൈവവചനം പഠിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ തിരുവചനം നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു വചനമാണ്. കാരണം ഇത് ലൈവാണ്,
ആക്റ്റീവാണ്. ഇപ്പോഴും ഈ തിരുവചനം ലൈവായിരിക്കുന്നു, അത് ആക്റ്റീവായിരിക്കുന്നു. എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമാകുന്നു. മാത്രമല്ല, പലരുടെ സാക്ഷ്യത്തിലൂടെ നമ്മൾ കേട്ടു, ഇതൊത്തിരി ആശ്വസിപ്പിച്ചു, അതെ, ഒത്തിരി എൻകറേജ് ചെയ്തു. അതെ, കർത്താവിൻ്റെ മക്കൾ പ്രിയ സിസ്റ്റർ അഞ്ജുവും ജിക്സനും പറഞ്ഞതിന് ശേഷം, അതെ, കാനഡയിൽ നിന്ന് ആ പ്രിയ സഹോദരിയുടെ ടെസ്റ്റിമണി നമ്മൾ കേട്ടല്ലോ, അത് എനിക്ക് വേണ്ടിയായിരുന്നു എന്ന്. അതെ, ഇത്രമാത്രം എന്നെ സ്നേഹിപ്പാൻ, ഇത്രമാത്രം എന്നെ ധൈര്യപ്പെടുത്താൻ, ഇത്രമാത്രം ആശ്വസിപ്പിക്കുവാൻ എന്നുള്ള വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ കംഫർട്ട് ചെയ്യുന്നതാണ്, എൻകറേജ് ചെയ്യുന്നതാണ് ഈ ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യുവർ വേർഡ് ഈസ് എ ലാംപ് ഫോർ മൈ ഫീറ്റ്, എ ലൈറ്റ് ഫോർ മൈ പാത്ത്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്, അതെൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. മറ്റൊരു പ്രത്യേകതയാണ്, ഈ വചനം കേൾക്കുമ്പോഴാണ് വിശ്വാസം ഉരുവാകുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഫെയ്ത്ത് കംസ് ഫ്രം ഹിയറിംഗ് ദ മെസ്സേജ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ സന്ദേശം കേൾക്കുമ്പോഴാണ്, അത് ആ വേർഡ് ഓഫ് ക്രൈസ്റ്റ് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉരുവാകുന്നത്. പിന്നെ എന്തിനാണ് നാം ഈ തിരുവചനം പഠിക്കുന്നത്? ആത്മീയ യുദ്ധങ്ങൾക്ക് ഈ തിരുവചനം ആവശ്യമാണ്. കാരണം ഈ വേർഡിന്റെ പ്രത്യേകത ആത്മാവിന്റെ വാളാണ്, അല്ലെങ്കിൽ അത് സോഡ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ വാളാണിത് ദൈവമക്കളെ. ആത്മീയ യുദ്ധങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ പോരാട്ടങ്ങൾ വരുമ്പോൾ, സ്പിരിച്വൽ ബാറ്റിൽസ് വരുമ്പോൾ, ചലഞ്ചസ് വരുമ്പോൾ, ദൈവവചനം ആത്മാവിൽ നിങ്ങൾക്ക് സജസ്റ്റഡ് ആയി കിട്ടും. നാം അല്പം മുമ്പേ പ്രാർത്ഥിക്കാൻ അവസരം നൽകിയപ്പോൾ ജിക്സൺ ആത്മാവിന്റെ ആ പ്രസൻസിൽ നിറഞ്ഞ് അത് പാട്ടിലേക്ക് പോയത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിക്കുന്ന ആ സാന്നിധ്യം വചന പഠനത്തിലൂടെ എത്രമാത്രം നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സാന്നിധ്യമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിപ്പാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും അമൂല്യമായൊരു കാര്യമാണ്. മറ്റൊരു പ്രത്യേക, തിരുവചന പഠനത്താൽ കൂട്ടായ്മകൾ ഉണ്ടാകുന്നു. അതേ, സ്തോത്രം. അപ്പോൾ ഇങ്ങനെ തിരുവചന പഠനം നമുക്ക് ലഭിക്കുന്ന നൽകുന്ന പ്രത്യേക അനുഭവങ്ങളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന പുരോഹിതനായിരുന്ന മാർട്ടിൻ ലൂതർ, അദ്ദേഹം പുരോഹിതനായിരുന്നു, ദൈവശാസ്ത്രജ്ഞനായിരുന്നു, സർവകലാശാലയുടെ അധ്യാപകനുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തെയാണ് സഭാ നവീകരണ കർത്താവായി ആത്മീയ ഗോളം കാണുന്നത്. AD 1517 95-ൽ പരം കുറ്റസംഗതികൾ, തിസീസുകൾ എഴുതി അദ്ദേഹം കൊണ്ടുവച്ച് പാപ്പായുടെ പല നിയമങ്ങൾക്കും അറുതി വരുത്തി സത്യത്തിന്റെ റിയലായിട്ടുള്ള കാഴ്ചപ്പാട് തന്റെ ഉള്ളിൽ കിട്ടി. മൈ ജസ്റ്റ് ഷാലി ബൈ ഫെയ്ത്ത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള തിരുവചനത്തിലെ സത്യങ്ങൾ തന്നെ പിടിച്ചു കുലുക്കിയതോടുകൂടിയാണ് കർമാചാരാനുഷ്ഠാനങ്ങളല്ല നിത്യതയ്ക്ക് ആധാരമെന്നുള്ള കാഴ്ചപ്പാട് തനിക്കുണ്ടായത്. നാം കഴിഞ്ഞ 2 സെഷനായി നിരന്തരമായി ചിന്തിച്ചു വരുന്നത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വന്ന ദൈവഭയത്തെക്കുറിച്ചും ദൈവഭക്തിയെക്കുറിച്ചുമാണ്. ആരംഭത്തിൽ നാം പതിവായി വായിക്കുന്നത് പോലെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാം വാക്യം വീണ്ടും വായിക്കുന്നു. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ, ആമേൻ. ഐ വുഡ് ലൈക്ക് ടു സേ, കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് നടക്കണം. നിങ്ങളുടെ പ്രതിസന്ധിയെ നോക്കി പറയണം, നിങ്ങളുടെ പ്രതികൂലത്തെ നോക്കി പറയണം, നിങ്ങളുടെ ഉൾമുറിവുകളെ നോക്കി പറയണം, നിങ്ങളുടെ മനസ്സിനെ നീറ്റുന്ന വിഷയത്തെ നോക്കി പറയണം. അടിക്കടിയായി നിങ്ങളെ ടോർച്ചർ ചെയ്യുന്ന ഏത് ഇഷ്യൂസ് മുന്നിൽ വന്നാലും ഉള്ളിൽ ഈ വചനം ഉരുവിട്ട് പറയണം. സ്തോത്രം, സ്തോത്രം. സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും. അത് നിങ്ങൾ തന്നെ ഉറക്കെ പറയണം. എന്തിനാ? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ നിങ്ങൾ ഉറക്കെ പറയുമ്പോൾ ആദ്യം നിങ്ങളാണത് കേൾക്കുന്നത്. കേട്ട് കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാനിടയായി തീരും. നിങ്ങളുടെ വിശ്വാസം ചോർന്നു പോകാതെ ക്രിസ്തുയേശുവിൽ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് സഹിഷ്ണുതയിലും വിശ്വാസത്തിലും നിങ്ങൾ ആരോഗ്യമുള്ളവരായി തീരുവാനിടയായി തീരും. അതേ സഹോദരങ്ങളെ,
പരിഹാസികളുടെ നടുവിൽ പ്രാഗൽഭ്യത്തോടും ധൈര്യത്തോടും പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഒരുവന്റെ ഉള്ളിൽ ധൈര്യം നൽകിയാൽ ആർക്കും ഭയപ്പെടുത്താൻ കഴിയുകയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളെ താങ്ങാൻ ദൈവം തീരുമാനിച്ചാൽ ആർക്കും നിങ്ങളെ തള്ളിയിടുവാൻ കഴിയില്ല. ദൈവം നിങ്ങളെ വളർത്താൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ നാമ്പ് ആർക്കും നുള്ളിക്കളയാൻ കഴിയുകയില്ല. ദൈവം നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ആര് നിങ്ങളെ ദ്രോഹിച്ചാലും വിലപ്പോകുകയില്ല. ദൈവം നിങ്ങളിലൂടെ ചിലരെ നേടുവാൻ തീരുമാനിച്ചാൽ നിങ്ങളെ ആർക്കും നശിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കാൻ തീരുമാനിച്ചാൽ എത്ര പേര് നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നിങ്ങളുടെ മേൽ അധികം സ്വാധീനം ചെലുത്തുകയില്ല. ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ തീരുമാനിച്ചാൽ ആർക്കും നിങ്ങളെ ഭയപ്പെടുത്തുവാൻ കഴിയുകയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ എത്ര പേര് നിങ്ങളെ ശപിക്കാൻ നോക്കിയാലും അതിനകത്ത് വിലപ്പോകുകയില്ല. ഇതാണ് തിരുവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആമേൻ. പറയുകയാണ്, അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. എത്ര ശ്രേഷ്ഠമായ വാക്കുകളാണെന്ന് നോക്കി. ഇതാണ് തൻ്റെ ഹൃദയത്തിൽ കിട്ടിയ നിയോഗം സഫലീകരിപ്പാൻ തന്നെ എപ്പോഴും അതേ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ചുറ്റുവട്ടം പ്രതികൂലങ്ങളാണ്. ഒഫീഷ്യൽ സ്ഥാനത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, സമൂഹത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, പ്രമാണികളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, പുരോഹിതന്മാരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, അതേ ദേശത്തിലുള്ള ജാതീയ ശക്തികളിൽ നിന്നുള്ള ആക്രമണങ്ങൾ, ഇതിനെ എല്ലാം ചെറുത്തു നിൽപ്പാനും അവർക്ക് വേണ്ടി നിരന്തരമായി സഹപാഠികളായ അതേ ടീം ലീഡേഴ്സിന് വേണ്ടി നിരന്തരം പ്രാർത്ഥനയോടെ താൻ ഒരുപാട് പൈസ അതിന് ഇൻവെസ്റ്റ് ചെയ്തതായി നമ്മൾ കാണുന്നുണ്ട്. 150 ലീഡേഴ്സിന് തന്നെ ഡെയിലി തൻ്റെ ചെലവിലാണ് ഫുഡ് കൊടുത്തത്. പിന്നെ മറ്റു ധാരാളം ആളുകൾ വന്ന് ഭക്ഷിച്ചു പോകുന്നുണ്ട്. ആ പ്രവർത്തനം ശക്തിപ്പെട്ടു പോയപ്പോൾ തോബിയാബും സൻബല്ലത്തും കൂടെ കത്തയച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ദൈവം തമ്പുരാൻ അൺഎക്സ്പെക്റ്റഡായി നെഹമ്യാവ് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ രാജസന്നിധിയിൽ ഇവരെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അത്തകട്ട രാജാവിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ടിരിക്കുക. രാജാവിനറിയാം നെഹമ്യാവ് ആരാണെന്ന്. രാജാവിനറിയാം ഇവൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്, ഇവൻ എൻ്റെ കുടുംബമായി ഒത്തിരി അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, തൻ്റെ രാജാവിൻ്റെ പത്നിയും അരികിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു, നിനക്ക് എത്ര ദിവസത്തെ അവധിയാണ് വേണ്ടുന്നത്, നീ എപ്പോൾ വരും? നോക്കുക, നോട്ട് only he is in the position of official, but he is one of the member of his family. ആ രാജാവിൻ്റെ ഒരു കുടുംബത്തിന്റെ അംഗത്തെ പോലെ ആയതുകൊണ്ട് തനിക്കെതിരായി എഴുതിയ രേഖകളും കത്തുകളുമൊക്കെ രാജസന്നദ്ധിയിൽ വന്നപ്പോൾ രാജാവ് തീരുമാനിച്ചു കാണും, ഈ സൻബല്ലത്തും തോബിയാവും എത്ര മഠയന്മാരാണ്, എത്ര ഭോഷന്മാരാണ്, എത്ര വിഡ്ഢികളാണ്. ഞാനല്ലയോ അധികാരം കൊടുത്ത് അയച്ചിരിക്കുന്നത്, ഞാനല്ലയോ അവനെ പണിയാൻ നിയോഗം കൊടുത്ത് അയച്ചിരിക്കുന്നത്, എൻ്റെ അതോറിറ്റിയിലാണ് അവനത് പണിയുന്നത്. പക്ഷെ അവരതാരും വിലപ്പോക്കിയില്ല. അപ്പോൾ രാജാവിന്റെ ഉള്ളത്തിൽ ദൈവം നിർബന്ധിച്ചു കാണും, ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു അപ്പോയിന്റ് ആസ് എ ഗവർണർ. ഇവനെ നീ എന്ത് ചെയ്യണം? ഇവനെ ഗവർണറായിട്ട് നീ നിയമിക്ക്. അപ്പോൾ അവരടങ്ങും. നിങ്ങൾ ശ്രദ്ധിക്കണം, അടങ്ങാത്തവരൊക്കെ അടങ്ങേണ്ടതിന് എവിടെ നിന്നെ ഉയർത്തണം, എവിടെ നിന്റെ തലകുനിക്കാൻ പിശാച് നോക്കുന്നു, എവിടെ നിന്റെ തലയെ ഉയർത്തണം, എവിടെ നിന്നെ പരിഹസിക്കുന്ന നടുവിൽ ആദരിക്കണമെന്ന് സ്വർഗത്തിൽ ദൈവമാണ് സഹോദരങ്ങളെ തീരുമാനിക്കുന്നത്. പ്രൈസ് ഗോഡ്. താൻ ഗവർണർ ആയിട്ട് പോലും സൻബല്ലത്ത് അടങ്ങിയില്ലെന്ന് മനസ്സിലാകണം. തോബിയാവ് അടങ്ങിയില്ല. എന്നാൽ പിന്നത്തേതിൽ അവർക്ക് തന്നെ അല്പന്മാരായി തോന്നി. 52 ദിവസം കൊണ്ട് ഇമ്പോസുകളായി അനേക കാലങ്ങളെടുത്ത് പണിത ആ മതിൽ പൊളിഞ്ഞുപോയത്, പണിതെടുക്കാൻ ദൈവം ആ മഹാമനുഷ്യനെ ഉപയോഗിച്ചത് 52 ഡേയ്സ് കൊണ്ടാണ്. സഹോദരങ്ങളെ, പലപ്പോഴും കാലാവധി നോക്കി പണിത കാലാവധി നോക്കുമ്പോൾ എങ്ങനെ അത് റീബിൽഡ് ചെയ്യാൻ കഴിയുമെന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ കാണും. പക്ഷേ ദൈവം ഒരുവന് നിയോഗം നൽകിയാൽ അതിൻ്റെ കൂടെ പണിയേണ്ടതിനും കൂടെ വർക്ക് ചെയ്യേണ്ടതിനും അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ റിസോഴ്സുകൾ, അതിൻ്റെ മെറ്റീരിയൽസ്, അതിനുള്ള ടീം ലീഡേഴ്സ്, അതിനുവേണ്ട എല്ലാ റിസോഴ്സുകളും ദൈവം ഒരുക്കി. ഇന്ന് രാവിലെ ഞാൻ താഴ്മയോട് നിങ്ങളെ കർത്താവിൽ ധൈര്യപ്പെടുത്തി പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഒരു കാര്യം നിയോഗിച്ചാൽ നിങ്ങൾ ധൈര്യത്തോടെ കർത്താവ് ഹേമിക്കുന്ന സമയത്ത് നിങ്ങൾ അത് ചെയ്തിരിക്കണം. അത് നിങ്ങളുടെ ലൈഫിന് ഭയങ്കരമായ ഗുണങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ ഒഫീഷ്യൽ സ്ഥാനത്തായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം, നിങ്ങളുടെ ജീവിത പങ്കാളിയിലായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലായിരിക്കാം, നിങ്ങൾക്ക് ലഭിച്ച ഉത്തരവാദിത്വത്തിലായിരിക്കാം.
ഇതൊക്കെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പ്രോഗ്രസ്സിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് ദൈവം തന്നാൽ നിങ്ങളത് കൃത്യമായി അതിനുള്ള പ്രൊജക്റ്റ് ഉണ്ടാക്കി അതിനുള്ള ഐഡിയോളജി വ്യക്തത എന്താ ലഭിച്ചത് അത് നിങ്ങൾ രൂപരേഖ തയ്യാറാക്കി നിങ്ങളുടെ സ്പോൺസറിൻ്റെ കൈ കൊടുക്കണം, നിങ്ങളുടെ കേസ് മാനേജറിൻ്റെ കൈ കൊടുക്കണം, നിങ്ങളുടെ ബോസിന്റെ കൈ കൊടുക്കണം, നിങ്ങളുടെ സിഇഒയുടെ കൈ കൊടുക്കണം. അത് അവരുടെ കമ്പനിക്ക് അവരുടെ പ്രസ്ഥാനത്തിന് അത് പ്രയോജനകരമായെന്ന് കണ്ടാൽ അത് ഇംപ്ലിമെന്റ് ചെയ്താൽ അത് കുറെ കൂടെ നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ നന്മയ്ക്കും അത് കാരണമായി തീരും. 7-ാമത്തെ അധ്യായത്തിൽ നിന്ന് നാം 2-ാമത്തെ വാക്യത്തിലാണ് നാം ശ്രദ്ധിച്ചത്. അതെ, ദൈവത്തിന്റെ ദാസനായിരുന്ന നെഹമ്യാവ് തൻ്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യാവെയും യെരൂശലേമിന് അധിപതികളായി നിയമിച്ചു. ഈ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ 2 സെഷനായിട്ടും വായിച്ച് കണ്ടിന്യൂ ആയിട്ട് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ താഴെയുള്ള വേദഭാഗം ഒരാൾ വായിച്ചാട്ടെ. എന്താണ് എഴുതിയിരിക്കുന്നത്? 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ഇവൻ പലരെക്കാളും വിശ്വസ്തനും. യെസ്, ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. ദൈവഭക്തി, ദൈവഭയം എന്നുള്ള വാക്കിനെ ആസ്പദമാക്കിയാണ് നാം കഴിഞ്ഞ 2 ക്ലാസ്സുകളും സംസാരിപ്പാനിടയായി തീർന്നത്. ഇന്നും അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ എന്നെ പരിശുദ്ധാത്മാ നിർബന്ധിക്കുന്നത്. ഒരു വാക്കിനെ ബേസ് ചെയ്ത് ദൈവഭക്തി, ദൈവഭക്തൻ എന്നുള്ള വാക്കാണ് ഏറ്റവും കൂടുതൽ അതെ നമ്മുടെ ഉള്ളത്തെ പിടിച്ചു നിർത്തേണ്ട ഒരു കാര്യം. ദൈവം എന്നുള്ള വാക്കിനോടുള്ള ബന്ധത്തിൽ മാത്രമേ ദൈവഭക്തി എന്നുള്ള വാക്കിന് പ്രസക്തിയുള്ളൂ. അതെ, നാം ചിന്തിച്ച് വന്നത് കൊണ്ടിരിക്കുന്നത് അതെ ദൈവഭയം ദൈവഭക്തി എന്നുള്ളതാണ്. അവിടെ നാം കാണുന്നത് ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനുമായിരുന്നു. അതെ, നമുക്ക് മിടുക്കന്മാരെ പലയിടത്തും കണ്ടെത്താൻ കഴിയും, പക്ഷെ വിശ്വസ്തന്മാരെ കണ്ടെത്താൻ ഭയങ്കര പാടാണ്. അതെ, ഒരിക്കൽ ഗ്യാസ് അടിക്കാനായിട്ട് ഒരു ദമ്പതികൾ അവർ ഗ്യാസ് സ്റ്റേഷനിൽ വന്ന് ഇത് അടിച്ചിട്ട് അവര് പോയി. പക്ഷേ അവരുടെ കയ്യിൽ അവര് വിട്ടുപോകുമ്പോൾ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാ അവരുടെ കാറിന്റെ പുറകിൽ ഒരു ക്യാമറ ഇരിക്കുന്നു. അപ്പൊ ഗ്യാസ് അടിക്കാനായിട്ടുള്ള മനുഷ്യൻ ഗ്യാസ് അടിക്കുമ്പോൾ ഈ ക്യാമറ തൽക്കാലം അതിനകത്തോട്ട് വെച്ചിരുന്നു. അദ്ദേഹം എടുക്കാൻ മറന്നുപോയി. ഏറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ദമ്പതികൾക്ക് മനസ്സിലായത്, അയ്യോ ഈ ക്യാമറ നമ്മുടെ അല്ലല്ലോ, ഇത് നമുക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കണം. അങ്ങനെ അവർ തിരിച്ച് ഗ്യാസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞു, ഇതാ ഒരു ക്യാമറ, ഇത് ഞങ്ങളുടെ അല്ല. അദ്ദേഹം വളരെ നന്ദി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഗ്യാസ് അടിക്കാൻ നേരം ഇതിൽ അറിയാതെ വെച്ചു പോയതാണ്, തിരിച്ചു തന്നതിന് വളരെ നന്ദി. ഇത്ര വിലപിടിപ്പുള്ള ക്യാമറ നിങ്ങൾ തിരിച്ചു തന്നപ്പോൾ എനിക്ക് നിങ്ങളെ ഓർക്കേണ്ടതിന് വേണ്ടി എനിക്ക് ഈ പിക്ചർ ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, അയ്യോ ഞങ്ങളുടെ 2 പേരുടെയും പിക്ചർ എടുക്കല്ലേ, ഇത് എൻ്റെ ഭാര്യയല്ല എന്ന്. നോക്കുക, ക്യാമറയിൽ അദ്ദേഹം വിശ്വസ്തനായിരുന്നു, പക്ഷേ കുടുംബജീവിതത്തിൽ അദ്ദേഹം വിശ്വസ്തനായിരുന്നില്ല. സഹോദരങ്ങളെ, നമ്മളെ ദൈവമാക്കുന്ന ഏത് ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും നമ്മൾ വളരെ വിശ്വസ്തരായിരിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മുടെ ജീവിത പങ്കാളികൾ, നമ്മുടെ പ്രിയപ്പെട്ടവൾ ഒക്കെ അന്യദേശത്തോ ദൂരത്തോ ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനുള്ള ലോകത്തിലെ ഒരുപാട് മ്ലേച്ഛതകളും ജഡത്തിന്റെ ദാഹത്തെ അതേ അടക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതായ കാഴ്ചകളും ദൃശ്യങ്ങളും ആവിഷ്കാരങ്ങളും ഒക്കെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മൊബൈൽ ഉണ്ടെങ്കിൽ വിരൽ തുമ്പിൽ എല്ലാം എത്തിയ കാലം പോലെ ആയി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി എല്ലാ കാര്യങ്ങളുടെയും ഇൻഫർമേഷൻസ് നമുക്ക് ധാരാളം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയോട് മാത്രമല്ല, ദൈവത്തിലാണ് നിങ്ങളുടെ ഭാര്യയോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ ഉടമ്പടി ചെയ്തത് ദൈവത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഉടമ്പടികൾ ബ്രേക്ക് ചെയ്തു പോകാൻ സാധ്യതയുള്ള ധാരാളം സ്വാധീന വലയങ്ങളുടെ ശൃംഖല ചുറ്റുവട്ടം നമുക്കുണ്ട് എന്ന് നാം തിരിച്ചറിയണം. വാക്കിൽ തെറ്റിയാൽ
പ്രവൃത്തിയിൽ തെറ്റിയാൽ, നോട്ടത്തിൽ തെറ്റിയാൽ, ചിന്താഗതിയിൽ തെറ്റിയാൽ ഇതിനൊക്കെ സാധ്യതകളുണ്ട്. എന്നാൽ ദൈവഭയവും ദൈവഭക്തിയും നമ്മുടെ ഉള്ളിൽ വന്നാൽ, ഉള്ളിൽ സ്ഥിരമായി ഇരുന്നാൽ, ഒരു തെറ്റായ ചിന്ത വരുമ്പോൾ തന്നെ ദൈവഭയം അതിനെ പുറത്താക്കുവാനിടയായിത്തീരും. യേശുവിന്റെ രക്തം ചെയ്യും. ദൈവഭക്തി അരുതാത്ത നോട്ടവും അരുതാത്ത വാക്കും പറയാതിരിപ്പാനും നോക്കാതിരിപ്പാനും നമ്മെ സഹായിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, 2 ദിനവൃത്താന്തം 19-ാമത്തെ അധ്യായം 7-ാമത് വാക്യം വേഗം വായിക്കുക. 2 ദിനവൃത്താന്തം 19-ാമത്തെ അധ്യായം 7-ാം വാക്യം എന്താണ് പറയുന്നത് അവിടെ? ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. യെസ്, എന്താ എഴുതിയിരിക്കുന്നത്? ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. നോക്കുക, ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ, സൂക്ഷിച്ച് പ്രവർത്തിച്ചു കൊള്ളുവിൻ. എന്റെ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ കർത്താവ് നിശ്ചയിച്ച ഒരു കാലഘട്ടം വരെ പരദേശികളായി ജീവിക്കാനാണ് ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. നമ്മൾക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഭാഗ്യം ലഭിച്ച ആ നിമിഷം മുതൽ കർത്താവ് നമ്മെ സ്വർഗഭവനത്തിൽ വിളിച്ചു ചേർക്കുന്നിടം വരെയും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവഭയത്തോടെ ദൈവഭക്തിയോടെ ജീവിക്കണം. ആമീൻ, ഹല്ലേലൂയ. ദൈവഭക്തിയോടെ ജീവിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ അവരുടെ പ്രായത്തിൽ ഹോർമോൺ വേരിയേഷന്റെയും അവരുടെ ഏജിന്റെ ഡെവലപ്മെന്റും ഒക്കെ വരുന്ന സമയത്ത് അവരിൽ വ്യത്യസ്തമായ ചിന്താഗതികളും കാഴ്ചപ്പാടുകളും ഉണ്ടാകും. നമുക്കറിയാം, ഒരു 13 വയസ്സ് മുതൽ ഒരു 24-25 വയസ്സ് വരെയുമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വയലന്റ് ഏജ് ടൈമാണ്. ആ സമയത്ത് മാതാപിതാക്കളിൽ നിന്ന് അകലുകയും അതേ ഫ്രണ്ട്സിനോട് ഏറ്റവും അടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അത് കഴിയുമ്പോൾ നിങ്ങളുടെ വടിയൊന്നും അവരുടെ മേൽ വിലപ്പോകില്ല. നിങ്ങളുടെ കർക്കശ ചിന്താഗതികളൊന്നും അവരിൽ സ്വാധീനം ഉണ്ടാക്കുകയില്ല. അവര് വേണേ പറയും മൈൻഡ് യുവർ ബിസിനസ് എന്ന് പറയും. അപ്പോൾ അവര് ബാഡ് വേർഡ്സുകൾ ഉപയോഗിക്കാൻ തുടങ്ങും. അവര് പാത്രങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങും. വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങും. അവർക്ക് ഡിമാൻഡ്സ് ആയിരിക്കും എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെ മുറിവേൽപ്പിച്ചെന്ന് വരും, വേദനിപ്പിച്ചെന്ന് വരും. മണിയുടെ വാല്യൂസ് തിരിച്ചറിയാതെ നിങ്ങൾ കൊടുക്കുന്ന പൈസ അത് ആവശ്യത്തിലധികമാണെങ്കിൽ അത് തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാൻ അവരെ സ്വാഭാവികമായി പ്രേരിപ്പിക്കും. നിങ്ങൾ കൊടുക്കുന്ന ഓരോ മണിയും കുഞ്ഞുങ്ങളോടുള്ള ഓവർ കൺസേണിൽ നിങ്ങൾ ചെലവഴിക്കാനായി, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ കൊടുത്താൽ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് അവരുടെ മനസ്സ് ലയിച്ച് അവർ റൂട്ട് മാറി ഓടാനും ഒരു കാരണമായി തീരും. വളരെ ഭയത്തോടും വളരെ തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ വേണം ദൈവം നിങ്ങൾക്ക് തരുന്ന ഓരോ പെനിയും നിങ്ങൾ ഉപയോഗിക്കാനെന്നും കൂടെ ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തട്ടെ. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന അവരുടെ ജീവിതത്തെ മടക്കി കൊണ്ടുവരാനിടയായിത്തീരും, രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരുവാനിടയായിത്തീരും. അവരിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ദൈവവചനത്തിന് കഴിയും. ചില കാലഘട്ടം വരെ ഒരുപക്ഷെ അവരുടെ സ്വാതന്ത്ര്യത്തിന് ദൈവം വിട്ടെന്ന് വരും. അതിനർത്ഥം ലൈഫ് ടൈം അവർ അങ്ങനെ പോകുമെന്നല്ല. നിങ്ങൾക്കറിയാമല്ലോ, സെയിന്റ് അഗസ്റ്റീൻ എന്ന് പറയുന്ന മനുഷ്യൻ വളരെ ദുർനടപ്പുകാരനായി, ദൈവമില്ലാത്തവനായി, വളരെ മോശമായി ജീവിച്ച ഒരു വലിയ കാലഘട്ടം ഉണ്ടായിരുന്നു. തന്റെ മാതാവ് നിരന്തരം കരഞ്ഞു മടുത്തു. ഒരിക്കൽ ആത്മീയ നേതാവിന്റെ അരികിൽ ചെന്നിട്ട് ആ മാതാവ് ഇപ്രകാരം പറഞ്ഞു, ഇനി എന്റെ മകനിൽ എനിക്കൊരിക്കലും ആശയ്ക്ക് വഴിയില്ല, ഇനി ഒരിക്കലും അവനെ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല, അവൻ അത്രമാത്രം തകർന്ന് തരിപ്പണമായി പോയി എന്ന്. താൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന വഴിയിൽ ഒരു കുടിലിൽ ഇരുന്ന് ദൈവവചനം വായിക്കുന്ന ആ വായനയുടെ ശബ്ദം കേട്ടാണ് തന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നത്. പിൽക്കാലത്ത് അദ്ദേഹം ഇങ്ങനെ പറയുവാൻ ഇടയായിത്തീർന്നു, ഓ സനാതന സൗന്ദര്യമേ, നിന്നെ സ്നേഹിപ്പാൻ ഞാൻ വൈകിപ്പോയല്ലോ എന്ന് അദ്ദേഹം എഴുതുവാനിടയായിത്തീർന്നു. അതേ സഹോദരങ്ങളെ, തിരുവചനം സകലരിലും സമൂലമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. ദൈവഭയം, ദൈവഭക്തി, ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവഭയം നമുക്ക് അനുഗ്രഹമാണ്. പല തിന്മകളിൽ നിന്നും അത് നമ്മെ രക്ഷിപ്പാനിടയായിത്തീരും. തെറ്റായ പല ചിന്താഗതികളിൽ നിന്നും അത് നമ്മളെ പിന്തിരിപ്പിക്കാനിടയായിത്തീരും. അപ്പോൾ എന്താണ് ദൈവഭയം, എന്താണ് ദൈവഭക്തി, എന്തല്ല ദൈവഭയം, എന്തല്ല ദൈവഭക്തി, ഇതും കൂടെ തിരിച്ചറിയണം. ചില ആളുകൾ വിഗ്രഹ ആരാധനയാണ്
ദൈവഭക്തി എന്നുള്ള ചിന്താഗതി ചിലരുടെ ഉള്ളിലുണ്ട്. തിരുവചന വെളിച്ചത്തിൽ വിഗ്രഹാരാധന തെറ്റോ ശരിയോ എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞാൻ ചില വാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കുറിച്ചെടുക്കണം. യെശയ്യാവ് 40:18 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ. യെശയ്യാ 40:18 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യമാക്കും? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവഭയം, ദൈവഭക്തി ആരോടാണ്? വിഗ്രഹങ്ങളോടല്ല. എന്തുകൊണ്ട്? ആരാധനയ്ക്ക് യോഗ്യൻ സർവശക്തനായ ദൈവം മാത്രമാണ്. സ്തുതികൾക്ക് യോഗ്യൻ, ആമേൻ, സർവശക്തനായ ദൈവം മാത്രമാണ്. ബഹുമാനത്തിന് യോഗ്യം സർവശക്തനായ ദൈവം മാത്രമാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉരുവാക്കിയവനെയാണ് ആരാധിക്കേണ്ടത്. ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് വെള്ളം ഒരുമിച്ച് കൂടി അതിന് സമുദ്രമെന്ന് പേരിടുവാൻ ഇടയായിത്തീർന്ന ആ സർവശക്തനായ ദൈവത്തെ മാത്രമാണ് നാം ഭയഭക്തിയോടെ ആരാധിക്കേണ്ടത്. ആമേൻ. പച്ചസസ്യങ്ങളൊക്കെയും മുളച്ചു വരട്ടെ, അതത് വൃക്ഷം, അതേ ബലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്നുള്ള ഒരു വാക്കിൽ തന്നെ, ആമേൻ, ഈ ഭൂമിയിൽ മുളയ്ക്കേണ്ട സകല ഇടങ്ങളിലും, മരുഭൂമി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും, അത് എവിടെയൊക്കെ എന്തൊക്കെ നടക്കണം എന്ന് ദൈവത്തിന്റെ പ്ലാനിൽ ഉണ്ടോ, മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് മുളച്ചു വരുവാൻ ഇടയാക്കി തീർന്ന ദൈവത്തെയാണ് നാം ഭയത്തോടും ഭക്തിയോടും ആരാധിക്കേണ്ടത്. ആമീൻ. അതേ പറവകളൊന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ പറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ആമീൻ, ആയിരക്കണക്കിന് വെറൈറ്റി ബേർഡ്സുകൾ ഉണ്ടാകുവാൻ ഇടയായി തീർന്നത് ദൈവത്തിന്റെ കൽപ്പന ശബ്ദത്താലാണ് സഹോദരങ്ങളെ. അങ്ങനെയുണ്ടെങ്കിൽ യെസ്, അതേ, പറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറക്കുമാറാക്കിയെങ്കിൽ, മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുളയ്ക്കുവാൻ ഇടയായിത്തീർന്നെങ്കിൽ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടാകുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ, ആ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, ആ ദൈവത്തെയാണ് സ്തുതിക്കേണ്ടത്, ആ ദൈവത്തോടാണ് ഭയവും ഭക്തിയും നമ്മൾ ഉള്ളവരായി മാറേണ്ടത്. മാത്രമല്ല, വലിയ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വലിയ വെളിച്ചങ്ങൾ ഉണ്ടാക്കിയവനെയാണ് നാം ആരാധിക്കേണ്ടത്. കൂട്ടമായി, അതേ, ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ എന്ന് തമ്പുരാൻ പറഞ്ഞപ്പോൾ, ആമേൻ, കൂട്ടമായി ജനിപ്പാനിടയായി. യേശുവിന്റെ രക്തം ജയം. ആമേൻ. ഈ മഹാദൈവത്തെയാണ് നാം ഭയപ്പെടുന്നത്, ഈ മഹാദൈവത്തെയാണ്, ആമേന്റെ മുമ്പിലാണ് നാം ഭക്തിയോടിരിപ്പാനായി ഇടയായിത്തീരുന്നത്. പറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറക്കുമാറാക്കി. വീണ്ടും 22-ാം അധ്യായം 31:22 കാണുന്നത് പെരുകട്ടെ, വർദ്ധിക്കട്ടെ എന്നുള്ള വാക്ക്. പെരുകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പെരുകുമാറാക്കിയ ദൈവത്തെയാണ് നാം ഭയപ്പെടേണ്ടത്. ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കുവാൻ ഇടയായി തീർന്ന ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഇതിനെയൊക്കെയും വാഴട്ടെ എന്ന് പറഞ്ഞ അധികാരം മനുഷ്യന് കൊടുത്ത ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾ നോട്ട് ചെയ്യണം. 1-ാമത്തെ അധ്യായം അതിന്റെ 3-ാം വാക്യം വെളിച്ചമുണ്ടാകാൻ ദൈവം കൽപ്പിക്കുന്നു. 1-ാം അധ്യായം 6-ാം വാക്യം വിധാനമുണ്ടാകാൻ ദൈവം കൽപ്പിക്കുന്നു. യെസ്, ആമീൻ. അതിന്റെ 9-ാം വാക്യം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു. 11-ാം വാക്യം 4-ാമത്തെ കാര്യം മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു. 5-ാമത്തെ കാര്യം 14-ാം വാക്യത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു. 6-ാമത്തെ കാര്യം 1:20 കാണുന്ന കൂട്ടമായി ജനിക്കട്ടെ, ആമേൻ, എന്ന് കാണുന്നു. അതേ വാക്യത്തിൽ നിന്ന് തന്നെ 7-ാമത്തെ കാര്യം പറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിച്ചു. പ്രൈസ് ഗോഡ്. 22-ാമത്തെ വാക്യത്തിൽ 8-ാമത്തെ കാര്യം കാണുന്നു. പെരുകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പെരുകുവാനിടയായി. 24-ാം വാക്യത്തിൽ 9-ാമത്തെ കാര്യം പറയുന്നു. ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാകാനിടയായി. 26-ാം വാക്യത്തിന്റെ ഒടുവിൽ നമ്മൾ കാണുന്നു വാഴട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിന് അധികാരം കൊടുത്ത് വാഴാനിടയായി. നോക്കുക, ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ അചഞ്ചലമായ 10 കൽപ്പനകൾ നമ്മൾ കാണുകയാണ്. സൃഷ്ടിപ്പിന്റെ 10 കൽപ്പനകൾ. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, മറ്റേതൊരുവനേക്കാളും അവൻ ദൈവഭക്തനായിരുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ ദൈവഭക്തിയുടെ പിറകിൽ ഇത്രയും സൃഷ്ടി ചെയ്യാൻ കഴിയുന്ന, നിർമ്മിക്കാൻ കഴിയുന്ന യേശുവിന്റെ രക്തം ചെയ്യും. ഈ തിരുവചനം പഠിക്കുന്ന എനിക്ക് നിങ്ങളോട് കർത്താവിൽ ഓർപ്പിച്ച് ധൈര്യപ്പെടുത്താനുള്ളത്, ആമേൻ, വിധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാകുവാനിടയായി. ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞപ്പോൾ കൂടുവാനിടയായ, മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുളച്ചു വരുവാനിടയായി തീർന്ന, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയ, കൂട്ടമായി ജനിക്കുവാൻ കൽപ്പനാശബ്ദം കൊടുത്ത, പറക്കട്ടെ എന്ന് കൽപ്പനാശബ്ദം കൊടുത്ത, പെരുകട്ടെ എന്ന് കൽപ്പനാശബ്ദം
ശബ്ദം കൊടുത്ത, ഉളവാകട്ടെ എന്ന് കൽപ്പനാശബ്ദം കൊടുത്ത ഈ ദൈവത്തെയാണ് നാം ഭയപ്പെടുന്നത്. ഈ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കുക, ആമേൻ, ദൈവഭയവും ദൈവഭക്തിയും ഇത്രയും കാര്യങ്ങൾ ചെയ്ത സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിന് അന്ധത ബാധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിലുള്ള ആരാധനാ തലങ്ങളൊക്കെ തൂണിലും തുരുമ്പിലേക്കും ഒക്കെ പോകാനിടയായി തീർന്നു. സൃഷ്ടിയിലേക്ക് പോകാനിടയായി തീർന്നു. സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് കനാനിലെത്തുമ്പോൾ എങ്ങനെയാണ് അവർ ദൈവത്തെ സേവിക്കേണ്ടത് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു നിയമം അതേ തമ്പുരാൻ കൊടുക്കാൻ തീരുമാനിച്ച് അതേ സീനായി പർവ്വതത്തിൽ മോശയെ വിളിച്ചതായി നമ്മൾ കാണുന്നു. 40 ദിവസത്തേക്ക് മോശയെ കാണാനില്ല. ദൈവ തേജസ്സിന്റെ കവറിങ്ങിനുള്ളിൽ ദൈവം മറച്ചിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ജനത്തിന്റെ ഇടയിൽ ചില ആളുകളുടെ ഉള്ളിൽ ഒരു ചിന്താഗതി ഉണ്ടായത് ഇതാണ്, അത് ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. നിങ്ങൾ ചിന്തിക്കുക, ഈ ജനം ആവശ്യപ്പെട്ട സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങളൊന്ന് പരിശോധിക്കണം. അവർ പറഞ്ഞത് ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അപ്പോൾ മറുവശം യുക്തിപരമായി ചിന്തിച്ചാൽ നടക്കുന്ന ദൈവത്തെ എങ്ങനെയാ ഉണ്ടാക്കാൻ പറ്റുന്നത്? അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന ആശയങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾ വീട്ടിൽ പറയരുത്. നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയരുത്, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പറയരുത്, നിങ്ങളുടെ ടീം ലീഡറിനോട് പറയരുത്, നിങ്ങളുടെ ഒഫീഷ്യൽസിനോട് പറയരുത്. നിങ്ങൾ എപ്പോഴും ഒരാളിനോട് സംസാരിക്കുമ്പോൾ ഐ ഹംബ്ലി റിക്വസ്റ്റ് യു ടു എവരിവൺ, പ്രേ ഫസ്റ്റ്. നിങ്ങളുടെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആളുകളോട് സംസാരിക്കാൻ. നെഹമ്യാവ് രാജസന്നിധിയിൽ അതാ ചെയ്തത്. കാര്യം തിരക്കിയപ്പോൾ ഉള്ളിൽ നെഹമ്യാവ് ഉള്ളിൽ പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് പറഞ്ഞത് എന്തെന്നാലെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പായി ഉള്ളിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, തിരുഹിതമില്ലാത്തത് കേൾക്കാനോ തിരുഹിതമില്ലാത്തത് പറയാനോ എനിക്കിടവരരുതേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ ദിവസത്തെ ജീവിതവും പെർഫെക്റ്റ് ആയിട്ട് പോകാൻ, ക്ലിയർ ആയിട്ട് പോകാൻ, കറക്റ്റ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് കഴിയും. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ മാത്രമേ അതേ ഗുഡ് റിലേഷൻ ബിൽഡ് ചെയ്യത്തുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വിൽ മേക്ക് ഗുഡ് റിലേഷൻ. തുറന്ന ശരിയായുള്ള ഹൃദയത്തിൽ നിന്നുള്ള സംഭാഷണങ്ങൾ മാത്രമേ ആരോഗ്യപരമായ ബന്ധങ്ങൾ കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. പ്രൊഫഷണൽ ആളുകൾക്ക് ക്രിസ്തീയ നേതൃത്വത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി നൽകുന്ന നമ്മുടെ ഈ ഓൺലൈൻ സെമിനാരി പഠനം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കുന്നതിൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടത് 40:18 മുതൽ 20 വാക്യങ്ങളിലാണ് കണ്ടത്. ദൈവം ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തോട് ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സാദൃശ്യമാക്കും? 115 സങ്കീർത്തനം അതിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ പറയുന്നത് എന്താണ്? ഒരാൾ വേഗം വായിച്ചു വിട്ടാട്ടെ. മേഴ്സി സിസ്റ്റർ ഒന്ന് വായിക്കാമോ? അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. അപ്പോൾ വിഗ്രഹങ്ങൾ മനുഷ്യരുടെ കൈവേലയാണ്. മനുഷ്യരുടെ കൈവേലയാണ് വിഗ്രഹങ്ങൾ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. പിന്നെന്താണ്? അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. ശ്രദ്ധിക്കുക. 1986 ഞാൻ ബോംബെയിൽ മലാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് സഭയുടെ ചുമതലയിൽ ഇരിക്കുമ്പോൾ മീറ്റിംഗ് നടത്താനായിട്ട് ഞാനിങ്ങനെ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ധാരാളം വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന, പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയാണ്. ഞാൻ ആ ഉണ്ടാക്കുന്നവരോട് തമാശന് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഏക് ദാഖോ കിത്നാ റുപ്യ ഹേ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിക്കുകയാണ്, ക്യാ ആ പാഗൽ ഹേ, ക്യാ ഏ തോടി ഖുദാ ഹേ? ഞാൻ അവനോട് ചോദിച്ചു, നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ദൈവത്തിന് എന്തുവാ വിലയെന്ന്. അപ്പൊ എന്നോട് ചോദിക്കുക, നീ പ്രാന്തനാന്നോ? ഇത് ദൈവമാണോ? ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിഗ്രഹമാണ്, ഇത് ഒരു സാധനമാണ്, ഇത് ദൈവമല്ല.
നോക്കുക, ഉണ്ടാക്കുന്നവനും ആമേൻ അവന് ഉപജീവനത്തിന് വേണ്ടിയാണത് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം എത്രയോ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകളാണ് കണ്ണുണ്ടെങ്കിലും കാണാത്തതും, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്തതും, മൂക്കുണ്ടെങ്കിലും മണക്കാത്തതും, അതേ കാലുകൊണ്ട് നടക്കാത്തതുമായ മനുഷ്യനിർമ്മിതമായ കൈവേലിയെ. ഇതിന്റെ പ്രത്യേകത നിങ്ങൾ യെശയ്യാ 45:20 വാക്യത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം എന്താ എഴുതിയിരിക്കുന്നത് സിസ്റ്ററെ. വിഗ്രഹം എടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇതുവരെയും വിഗ്രഹങ്ങൾ സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടി ഇപ്പോൾ അതേ പ്രതിമയെ സംസാരിക്കേണ്ടതിന് ഒക്കെ ആത്മാവിനെ നൽകുമെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം സോഫിയ എന്ന് പറയുന്ന അതേ യന്ത്രമനുഷ്യൻ, അതേ അതുപോലെ ഇന്ന് ലോകരാജ്യങ്ങളിൽ ഒരുപാട് അതേ യന്ത്രമനുഷ്യരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കൊയ്യുന്നതിന് ഇന്ന് ആളുണ്ട്. എല്ലാ കാര്യങ്ങളും റോബോട്ടിക്കലായിട്ടുള്ള സിസ്റ്റം വേൾഡിൽ വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്ന് അവനിൽ ആശ്രയിച്ച് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയോടെയും വിശ്വസ്തയോടെയും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ 1 തെസ്സലോനി 4-ാം വാക്യത്തെ ആസ്പദമാക്കിയും 1 കൊരിന്ത്യർ 15:52 ആസ്പദമാക്കിയും വെളിപ്പാട് 4:1 ആസ്പദമാക്കിയും ഒക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്നവരായ എല്ലാ ദൈവമക്കളും അതേ മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരം നമ്മൾ പ്രാപിക്കുകയും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. 1 കൊരിന്ത്യർ 15:52 വായിക്കുന്നത് എന്താണ്? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. പ്രധാന ദൂതന്റെ ശബ്ദത്തോട് 1 തെസ്സലോനി 4:16 വായിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും അതേ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. ആരാ പ്രധാന ദൂതൻ? യൂദായുടെ ലേഖനം 9-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. പ്രധാന ദൂതനായ മീഖായേലിന്റെ പ്രത്യേകത എന്താണ്? യുദ്ധങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന പ്രധാന ദൂതന മീഖായേലാണ്. ഗബ്രിയേലിന്റെ പ്രത്യേകത എന്താണ്? സദ്വർത്തമാനം കൊണ്ടുകൊടുക്കുന്നത് ഗബ്രിയേലാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ഒരു സമയമുണ്ട് എന്റെ സഹോദരങ്ങളെ. അതിനുശേഷം ഈ ഭൂമിയിൽ എതിർക്രിസ്തു ഭരണമേറ്റെടുക്കും. അവന്റെ മുദ്രയായിരിക്കുന്ന 666 ഇന്ന് ലോകത്തിൽ മിക്ക സ്ഥലങ്ങളിലും ആയിക്കൊണ്ടിരിക്കുകയാണ്. സൈറ്റനിക്ക് ആരാധന പല പട്ടണങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഭയത്തോടെ കാണും. ഇതെല്ലാം വിളിച്ചറിയിക്കുന്ന രഹസ്യം മറ്റൊന്നുമല്ല. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞെ, നീ പോകാനുള്ള സമയം അടുത്തു വരികയാണ്. ഓ ഹല്ലേലൂയ, ആമേൻ. കർത്താവിന്റെ വരവിന് വേണ്ടി തിടുക്കത്തോടെ ഒരുങ്ങുവാൻ, നമ്മളെ ശുദ്ധീകരിപ്പാൻ, നിർമ്മലീകരിക്കുവാൻ, ഒരുക്കപ്പെടുവാൻ, കൈവിടപ്പെട്ടു പോകാതെ പഠിപ്പിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും കൈവിടപ്പെട്ടു പോകാതെ ഇരിപ്പാൻ ഓരോ ദിവസവും ഭയഭക്തിയോടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ അതിനായി ഉണരുകയും ഒരുങ്ങുകയും ചെയ്യണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ പ്രതിമ സംസാരിക്കത്തക്കവണ്ണം ആത്മാവിനെ കൊടുക്കത്തക്കവണ്ണമുള്ള സ്ഥിതി വരെയും ഇനി വരുമെന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ കാണുന്നത് വിഗ്രഹമെടുത്ത് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് എന്തില്ല? അറിവില്ല. പ്രൈസ് ഗോഡ്. ഞാന് വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് എന്നെ ഒരു പെന്തിക്കോസ് പാസ്റ്റർ സുവിശേഷം പറഞ്ഞല്ല ഞാൻ കർത്താവിലേക്ക് വന്നത്. ട്രിവാൻഡ്രം സെന്റ് അലോഷ്യസ് സെമിനാരി വൈദികനാകാൻ പോയ സമയത്ത് അവിടെയുള്ള ജോൺ ചരിവുകാലായിൽ എന്ന് പറയുന്ന ഒരു വൈദികനുമായിട്ടുള്ള സംഭാഷണത്തിലാണ് എൻ്റെ ആത്മീയ കണ്ണുദയം തുറന്നു തരാനിടയായത്. 2 ചോദ്യങ്ങളാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. ആത്മീയ വിഷയത്തിലുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വന്ന് സമീപിക്കാമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ആദ്യം പോയി കണ്ടത് ഞാനാണ് അച്ഛനെ. ആ നാളുകളിൽ തിരുവനന്തപുരത്തുള്ള സെന്റ് അലോഷ്യസ് സെമിനാരി ഒരു വലിയ സെമിനാരിയാണ്. ആ സെമിനാരിയുടെ കത്തീഡ്രൽ പള്ളിയുടെ പടുകൂറ്റൻ പള്ളിയാണ്. അതിന്റെ മുറ്റത്തുള്ള ചരലിന്റെ മേൽ എല്ലാ വിദ്യാർത്ഥികളും ഉറങ്ങുമ്പോൾ ഞാൻ അർദ്ധരാത്രി പോയി ആ ചരലിൽ മുട്ടയിൽ നിന്ന് നിലവിളിക്കും, ദൈവമേ എന്നോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ. അന്ന് യാതൊരു വിധമായ അറിവും വേണ്ടവണ്ണം വചന മുമ്പിൽ ഇല്ല.
അത് ദുപ്തൻ വായിച്ചും കൃപാനക്രമം അതേ കാണാതെ പറഞ്ഞ് നടക്കുന്ന ഒരു സമയമാണത്. അതാണ് അന്നത്തെ തീഷ്ണത, അതാണ് അന്നത്തെ എരിവ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് മിക്ക സമയങ്ങളും അർദ്ധരാത്രി വരെയും മുട്ടുമേലിരുന്ന് കരയുമായിരുന്നു. ആ നാളുകളിൽ എൻ്റെ മുട്ടയിലുള്ള തൊലി വരെ ഇളകിപ്പോയ സമയങ്ങളുണ്ട്. എന്നാലും എൻ്റെ മനസ്സിൽ സന്തോഷമാണ്, ആഗ്രഹമാണ്, ആവേശമാണ്. ഓരോ സെഷനുകളിലും ഞാൻ വളരെ ഭയഭക്തിയോടും ആവേശത്തോടും കൂടെ അത് മുഴുവൻ അങ്ങ് വിഴുങ്ങുകയായിരുന്നു എന്ന് വേണേൽ പറയാം. അപ്പോൾ ജോൺ ചെരുവുകാലായിൽ അച്ഛനോടൊക്കെ ചെന്ന് സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, മോനെ, അരൂപി നിന്റെ മേൽ ഉള്ളതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നിന്റെ ഇരിപ്പും ആ ധ്യാനവും എല്ലാം കാണുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, അച്ചോ, എനിക്ക് 2 സംശയമുണ്ട്. അച്ഛൻ ചോദിച്ചു, എന്താ മോനെ നിന്റെ സംശയം? ഞാൻ പറഞ്ഞു, അച്ചോ, തിരുസഭയിൽ വിശ്വസിക്കുന്ന നമുക്ക് സ്വർഗം കിട്ടുമോ? ഈ വണ്ടിയുടെ ബോർഡ് വായിക്കാതെ കയറി ഇരുന്നിട്ട് കാര്യമില്ല. സ്തോത്രം. ഈ പോകേണ്ട വണ്ടിയുടെ ബോർഡ് വായിക്കാതെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വണ്ടിയെ കയറി തിരിഞ്ഞിരുന്നാൽ നമ്മൾ സ്ഥലത്തും എത്തത്തില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതെ, നമുക്ക് സ്വർഗം കിട്ടും മോനെ. ഞാൻ ചോദിച്ചു, അച്ഛോ, എപ്പോഴാണത് കിട്ടുന്നത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മൾ മരിച്ചാലുടൻ സ്വർഗം കിട്ടും. ഞാൻ ചോദിച്ചു, അച്ഛോ, മരിച്ചാലുടൻ സ്വർഗം കിട്ടുമെങ്കിൽ പിന്നെ സ്വർഗം കിട്ടാൻ വേണ്ടി വല്ലതും ചെയ്യണോ? അച്ഛൻ പറഞ്ഞു, വേണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ, എനിക്കൊരു സംശയം. എൻ്റെ വല്യപ്പച്ചൻ മരിച്ചിട്ട് അനേക വർഷങ്ങളായി. എല്ലാ വർഷവും 3 കുർബാന ചൊല്ലുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ഞാൻ കേൾക്കാറുള്ളത്, നിന്റെ മകനെ കെടാത്ത തീയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും നിന്റെ ദാസനെ രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അച്ചോ, തിരുസഭയിൽ വിശ്വസിച്ച എൻ്റെ വല്യപ്പച്ചൻ പോയത് കെടാത്ത അഗ്നിയിലും ചാകാത്ത പുഴുവിലുമാ അല്ലേ? അല്ലെങ്കിൽ എന്തിനാ കെടാത്ത അഗ്നിയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും എൻ്റെ അപ്പച്ചനെ രക്ഷിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നത്? ഓരോ വർഷവും 3 കുർബാന ചൊല്ലും. എൻ്റെ അപ്പച്ചൻ വല്യപ്പച്ചൻ ഇപ്പോൾ എവിടെയായി? ഓരോ വർഷം ചെല്ലുമ്പോൾ വീണ്ടും ചെല്ലുന്നു എങ്കിൽ അതിനർത്ഥം തലേ വർഷം ചെല്ലിയിട്ടു അപ്പച്ചന് സ്റ്റിൽ അവിടെ തന്നെയാ കിടക്കുന്നതെന്നല്ലേ? അച്ഛൻ തലയാട്ടാൻ തുടങ്ങി. അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, മോനെ, ഈശോയ്ക്ക് നിന്നിലുള്ള പദ്ധതി വ്യത്യസ്തമാണ്. പ്രൈസ് ഗോഡ്. ആ നല്ല വൈദികന്റെ ആ വാക്കുകളാണ് ദൈവവചനം വായിക്കുവാൻ എൻ്റെ ഉള്ളത്തിലേക്ക് ഒരു പ്രേരണ നൽകാനിടയായി തീർന്നത്. ഈശോയ്ക്ക് നിന്നിലുള്ള പദ്ധതി വ്യത്യസ്തമാണ്. സ്തോത്രം. ആ ആത്മീയനായ വൈദികന്റെ വാക്കുകൾ എൻ്റെ കണ്ണു തുറപ്പാനിടയായി. അടങ്ങാത്ത ദൈവവചന ധ്യാനം, നിലത്ത് വയ്ക്കാത്ത ദൈവവചന ധ്യാനം എൻ്റെ മനസ്സിലുണ്ടായി. ഒരു ദിവസം രാത്രി 12 മണിയായപ്പോൾ ഞാൻ, എൻ്റെ മുറിയിൽ ആരുമില്ല, പാപബോധം കൊണ്ട് ഞാൻ അലറിക്കരയുകയാണ്. ആമേൻ. ഞാന് കർത്താവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി ആരും പറഞ്ഞു തരാതെ ഞാൻ സ്വയം സ്വീകരിച്ച സഹോദരങ്ങൾ. ഇതായിരുന്നു എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ശരിയായ വീണ്ടും ജനനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. ആമീൻ. കുസൃതി മനസ്സും അന്നുണ്ട്. സമർപ്പണം ഇച്ചിരി കട്ടിയായിരുന്നു. ഞാനൊരു ബ്ലേഡൊക്കെ എടുത്ത് എൻ്റെ വിരൽ പെതുക്കി അങ്ങ് മുറിച്ചിട്ട് ആമേൻ അങ്ങനെ രക്തം ഞെക്കി ബൈബിളിനകത്തോട്ട് അങ്ങോട്ട് ഒപ്പുവെച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, നീ എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചല്ലോ. എൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും എൻ്റെ പ്രാണപ്രിയനായ എൻ്റെ കർത്താവിന് വേണ്ടി മാത്രം അന്ത്യത്തോളം തന്ന് അന്ത്യത്തോളം അങ്ങേക്ക് വേണ്ടി ജീവിച്ച് മരിച്ചു കൊള്ളാമെന്ന് ദൈവസന്നിധിയിൽ രക്തം കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ മുദ്രയിട്ട് ഉടമ്പടി ചെയ്യാനിടയായി. എൻ്റെ സഹോദരങ്ങളെ, ഇന്നയോളം അന്ന് എൻ്റെ ഉള്ളിൽ കയറിയ കർത്താവ് ഇന്ന് വരെ ചാടിപ്പോയിട്ടില്ല കേട്ടോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എനിക്ക് വളരെ താഴ്മയോടെ നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, വിഗ്രഹം എടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല. ദൈവവചനം ധ്യാനത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിക്കകം മുഴുവൻ അത് ഔസേപ്പിന്റെ വിഗ്രഹം, മറിയയുടെ യേശുവിന്റെ അമ്മയായ മറിയയുടെ വിഗ്രഹം, ഉണ്ണീശോയുടെ വിഗ്രഹം, ഇങ്ങനെ വിഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ എൻ്റെ മുറിക്കകത്തുണ്ടായിരുന്നു. വെട്ടുകാടെന്നും മണറുകാടെന്നും വേളാങ്കണ്ണിയിൽ നിന്നും ഒക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന വിഗ്രഹങ്ങൾ മുഴുവൻ. പക്ഷേ ഈ വിഗ്രഹ ആരാധന പാപമാണെന്നും ഈ സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടതും എന്നുള്ളതായ ആ ഉൾക്കാഴ്ച ലഭിപ്പാൻ ഇടയായി തീർന്നപ്പോൾ, അഥവാ സത്യദൈവമായ ദൈവം, 1 യോഹന്നാൻ 5:20 നിങ്ങൾ എഴുതി വെക്കാം. ഈ നാം ആരാധിക്കുന്ന ദൈവം സത്യദൈവവും നിത്യജീവനുമാണ്. 1 ജോൺ ചാപ്റ്റർ 5:20. പ്രൈസ് ലോർഡ്. ഈ നാം ആരാധിക്കുന്ന ദൈവം വീരനാം ദൈവം, കുട്ടി ദൈവമല്ല,
മനുഷ്യനിർമ്മിതമായ ദൈവമല്ല. യെശയ്യാ 9:6. പ്രൈസ് ലോർഡ്. നാം സേവിക്കുന്ന ദൈവം മഹാദൈവം. തീത്തോസ് 2:12. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. നാം ആരാധിക്കുന്ന ദൈവം സത്യ ദൈവം, ട്രൂ ഗോഡ് ആൻഡ് എറ്റേണൽ ലൈഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. 1 John chapter 5:20. 2 വീരനാം ദൈവം. യെശയ്യാവ് 9:6. 3 മഹാദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. തീത്തോസ് 2:12. ആമീൻ. 4-മത്തത് അത്യുന്നതനായ ദൈവം. അതേ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 16:17 പിശാച് പറയുന്ന ഒരു വാക്കുണ്ട്. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. സോ ഈവൻ ഡെവിൾ ആൾസോ ബിലീവിംഗ് ദെയർ ഈസ് ആൻ ഓൾമൈറ്റി ഗോഡ്. ആമേൻ. പ്രൈസ് ലോർഡ്. അപ്പോൾ 5-മത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മുട്ടും മടങ്ങുന്ന ആമേൻ ഒരുവനെയാണ് നാം സേവിക്കുന്ന. ഫിലിപ്പിയർ 2:6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ. ആമീൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത്ര അത്ഭുതങ്ങളുടെ ദൈവം, ഈ സത്യദൈവം, വീരനാം ദൈവം, മഹാദൈവം, അത്യുന്നതനായ ദൈവം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ദൈവം ആരാണ്? കർത്താവ് പറയുവാനിടയായി തീർന്നു, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് ഉണ്ടായിരുന്നു. അതേ, യോഹന്നാൻ 17:5 നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ നാം ആരാധിക്കുന്ന ദൈവം, ഈ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേലിനെയാണ്. മത്തായി 1-ാം വാക്യം. മാത്രമല്ല യേശു പറഞ്ഞു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കും. മത്തായി 28:20. പ്രൈസ് ലോർഡ്. ഇസ്രായേലിന്റെ പ്രത്യാശയായി ദൈവം വചനം പറയുന്നത്, എബ്രായ ലേഖനം 1-ാം വാക്യത്തിൽ, നിന്റെ സിംഹാസനം നിത്യമാണ്. അപ്പോൾ ദൈവരൂപത്തിൽ ഇരിക്കെ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന തമ്പുരാനെ ആരാധിക്കേണ്ടതിന് പകരം സഹോദരങ്ങളെ, ആമീൻ, 10 രൂപയുടെ മഷിയും 15 രൂപയുടെ പേപ്പറും കൊണ്ട് വരച്ച, മൈക്കലോഞ്ചലോ വരച്ച ചിത്രമല്ല ആമീൻ നമ്മുടെ ദൈവം നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തുതിക്കും ബഹുമാനത്തിനും ആരാധനയ്ക്കും യോഗ്യനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ മനസ്സിലാക്കുക, വിഗ്രഹാരാധന തെറ്റാണ്. അതിനോട് പ്രാർത്ഥിക്കുന്നവർക്ക് അറിവില്ല എന്ന്. പ്രൈസ്. അതുകൊണ്ട് ദൈവവചനം എന്ത് പറയുന്നു? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ റെഫറൻസ് വേഗം കുറിച്ചെടുക്കുക. ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, വിഗ്രഹാരാധികളുടെ വഴി പഠിക്കരുത്. പ്രൈസ് ഗോഡ്. ആമേൻ. ആമേൻ. നോ മോർ ഇൻ ദാറ്റ് വേ. ആമേൻ. ഇനി ഒരിക്കലും ആ വഴിക്ക് നിങ്ങൾ തിരിയരുത്. കാരണം എന്താണ്? വിഗ്രഹം ഒരുത്തൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും. വായിക്കാമോ സിസ്റ്ററെ? അതിൽ എന്താ എഴുതിയിരിക്കുന്നത്? യിരെമ്യാ 10:2 മുതൽ 5 വരെയുള്ള വാക്യം. ഇസ്രായേൽ ഗൃഹമേ, യഹോവ നിങ്ങളോട് അരുളി ചെയ്യുന്ന വചനം കേൾപ്പീൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ടു ഭ്രമിക്കരുത്. ജാതികളല്ലോ അവ കണ്ടു ഭ്രമിക്കുന്നത്. ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വാച്ചിക്കൊണ്ട് ചെയ്ത പണിയുമത്രേ. അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതെ ഇരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റികയും കൊണ്ട് ഉറപ്പിക്കുന്നു. അവ വെള്ളരി തോട്ടത്തിലെ തൂണുപോലെയാകുന്നു. അവ സംസാരിക്കുന്നില്ല. അവയ്ക്ക് നടപ്പാൻ വയ്യായിക കൊണ്ട് അവയെ ചുമന്നുകൊണ്ടു പോകേണം. അവയെ ഭയപ്പെടരുത്. അപ്പോ അവയ്ക്ക് നടക്കാൻ കഴിയാത്ത കൊണ്ട് അവയെ ചുമന്നുകൊണ്ട് പോകണം. നമുക്കറിയാം ഓരോ എഴുന്നള്ളിപ്പിനും എന്തെല്ലാം, ഞാൻ മതങ്ങളുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ തുറന്ന കണ്ണിൽ ലോകത്തിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പറയാണ്, അവയെ ഭയപ്പെടരുത്. കാരണം എന്താണ്? ഒരു ദോഷവും ചെയ്യാൻ അവയ്ക്ക് ശക്തിയില്ല സഹോദരങ്ങളെ. നോക്കുക, അപ്പോൾ ഒരു ഗുണം ചെയ്യാനും അവയ്ക്ക് പ്രാപ്തിയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ വചനങ്ങൾ എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഒരു ദിവസം ഈ വിഗ്രഹങ്ങളെ മുഴുവൻ ഞാൻ വാരിയെടുത്ത് ഒരളിനകത്തിട്ടു. ഒലക്ക കൊണ്ട് മുഴുവൻ ഇടിച്ച് പൊടിച്ച് എൻ്റെ അമ്മ ഓടി വന്ന് നെഞ്ചത്തടിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോനെ, ദൈവദോഷമാ നീ ചെയ്യുന്നത്, എൻ്റെ മാതാവിനെ ഇടിക്കല്ലേ. ഞാൻ പറഞ്ഞു, അമ്മച്ചി, മാതാവ് കരഞ്ഞാൽ ഇടിയിപ്പ ഞാൻ നിർത്തും. പ്രൈസ് ഗോഡ്. അത് മുഴുവൻ പൊടിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് മൺപൊടിയും കുറച്ച് നൂൽക്കമ്പിയും കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസും
ഞാൻ ഇതെടുത്ത് അമ്മച്ചിയുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി ഇത് ദൈവമാണോ അതോ മണ്ണും നൂൽക്കമ്പിയാണോ? ശരിയാ മോനെ, മോൻ പറഞ്ഞതൊക്കെ ശരിയാ. ഞാൻ പറഞ്ഞു, ഏതാ ശരി? അമ്മച്ചി പറ, ഇത് മണ്ണും നൂൽക്കമ്പിയും ആണോ ദൈവമാണോ? മോൻ പറഞ്ഞതും ശരിയാ. ഞാൻ പറഞ്ഞു, അമ്മച്ചി അങ്ങനല്ല, ഏതാ ശരി? പണ്ടൊരു വൈദികൻ, ഇടവകയിൽ വലിയ പ്രശ്നം നടക്കുക. ഒരു ടീം വന്നിട്ട് അച്ഛനോട് അവരുടെ ഭാഗമെല്ലാം ന്യായീകരിച്ചു പറഞ്ഞു. അച്ഛൻ അത് മുഴുവൻ കേട്ടിട്ട് അവരോട് പറഞ്ഞു, സത്യത്തിൽ നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാ കേട്ടോ. അങ്ങ് പോയി. അടുത്ത രണ്ടാമത്തെ ഗ്രൂപ്പിന് സമയം കൊടുത്തു, വന്നു. അവരുടെ ഭാഗമെല്ലാം പറഞ്ഞപ്പോൾ അച്ഛൻ കേട്ടിട്ട് പറഞ്ഞു, അതെ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാ. അവരും പോയി കഴിഞ്ഞതിന് ശേഷം ഭാര്യ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അച്ഛൻ എന്നായി പറയുന്നത്? അവര് പറഞ്ഞതും ശരിയാ, ഇവര് പറഞ്ഞതും ശരിയാ. അപ്പൊ അച്ഛൻ പറഞ്ഞു, എടി നീ പറഞ്ഞതും ശരിയാ. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ സത്യം തിരിഞ്ഞെങ്കിൽ മാത്രമേ സത്യത്തിലേക്ക് തിരിയാൻ കഴിയുള്ളൂ. കർത്താവ് പറഞ്ഞത്, യു വിൽ നോ ദ ട്രൂത്ത്, ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സത്യം അറിയും, അപ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എൻ്റെ സഹോദരങ്ങളെ, തിരുവചനം പഠിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അത് ആത്മീയ അന്ധത ബാധിച്ച് മഹാദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും സ്തുതിയും വണക്കവും ആരാധനയും മഹത്വവും മാനവും എല്ലാം വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അറിവില്ല എന്ന് നിങ്ങൾ കേട്ടുകഴിഞ്ഞു. അമ്മ ഇത് ചാടിക്കേറി നമ്മൾ പറഞ്ഞാൽ ചിലർക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കും, വ്രണപ്പെടുത്തുന്നത് പോലെ തോന്നും. അങ്ങനെയല്ല, ഒരു കാലഘട്ടത്തിൽ നാമും അങ്ങനെയായിരുന്നു. എന്നാൽ ആ അന്ധത ദൈവം മാറ്റിയത് കൊണ്ട്, നമ്മുടെ ആത്മീയ കണ്ണ് പ്രകാശിപ്പിച്ചത് കൊണ്ട്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചത് കൊണ്ടാണ് നമുക്ക് ഈ മഹത്വത്തിന്റെ തലം മനസ്സിലാക്കാൻ കൃപയാൽ കഴിഞ്ഞത്. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തരുന്ന അവസരങ്ങൾ, നിങ്ങൾ ഈ സത്യം അവരോട് പങ്കുവെക്കണം. മാർട്ടിൻ ലൂതർ ഇങ്ങനെ പറയാനിടയായി തീർന്നു, നാം അറിഞ്ഞ സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നില്ലെങ്കിൽ ഞാൻ എന്നേക്കും ദൈവത്തിന്റെ മുമ്പിൽ കുറ്റക്കാരനായിരിക്കും. ഈ ഒരു ബോധ്യമാണ് 95 കുറ്റസംഗതികൾ തിസീസായി താനെ ആ പാപ്പായുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാനിടയായി തീർന്നത്. താൻ കേട്ട ശബ്ദം, മൈ ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ആ വചന ശബ്ദം തന്റെ കാതിൽ മുഴങ്ങിയത് കൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം തന്നെ രൂപം കൊള്ളുവാൻ ഇടയായി തീർന്നത്. തിരിച്ചു വരാൻ നമുക്ക്. അതുകൊണ്ട് നിങ്ങൾ യിരെമ്യാ പ്രവാചകൻ 10:14-15 വാക്യങ്ങൾ കുറിച്ചു വെക്കണം. മനുഷ്യർ വാർത്തുണ്ടാക്കിയ വിഗ്രഹം വ്യാജമത്രേ, അവയിൽ ശ്വാസമില്ല, അവ മായയും വ്യർത്ഥ പ്രവൃത്തിയും തന്നെ, സന്ദർശന കാലത്ത് അവ നശിച്ചു പോകും. യിരെമ്യാവ് 10:14-15. ഇനി അടുത്തത് നിങ്ങൾ എഴുതണം. അപ്പോസ്തല പ്രവൃത്തി 17-29 വാക്യം. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. നമ്മുടെ ദൈവം മനുഷ്യ കൈകളാൽ ഒതുങ്ങി തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. വീണ്ടും നിങ്ങൾ എഴുതണം. റോമാലേഖനം 1-ാം 23-25 വാക്യങ്ങൾ. എന്താ എഴുതിയിരിക്കുന്നത്? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. അടുത്തത് എഴുതിയിരിക്കുന്ന നിങ്ങൾ വരയിടണം. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അവിടെ നിങ്ങൾ വരയിടണം. എൻ്റെ സഹോദരങ്ങളെ, ആരാധന ദൈവത്തിന് മാത്രമുള്ള ഒരു കാര്യമാണ്. ഇനി ഇതിനെക്കുറിച്ചുള്ള വിലക്കുകൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പുറപ്പാട് 20:4 പറയുന്നു, വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്. ഇതിനെതിരെ ഏത് ദുർവ്യാഖ്യാനം വന്നാലും അത് നിങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടില്ല. കാരണം ദൈവത്തിന്റെ വാക്കിന്റെ മേളിൽ ഒരു സുപ്രീം വേർഡ് ഇല്ല കേട്ടോ. പ്രൈസ് ഗോഡ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, അതെ, ലേവ്യ പുസ്തകം 26:1 പറയുന്ന വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, ബിംബമോ സ്തംഭമോ നാട്ടരുത്, രൂപം കൊത്തി യാതൊരു കല്ലും നമസ്കരിപ്പാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയും അരുത്. ഇതെന്തിനാണ്? ആരാധനാമൂർത്തിയോടുള്ള ബന്ധത്തിലാണ്. എന്നപ്പോ നമുക്ക് ന്യായമായി പല സംശയങ്ങൾ ഉണ്ടാകും. പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞ വിഗ്രഹമല്ലയോ? കെരൂബുകളെ ഉണ്ടാക്കാൻ പറഞ്ഞത് വിഗ്രഹമല്ലയോ? ഇങ്ങനെയുള്ള പല കാര്യങ്ങളും യുക്തിവാദികൾ ചോദിക്കാറുണ്ട്. അവിടെയൊക്കെ ആരാധിപ്പാൻ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്, ആരാധിപ്പാൻ അതേ കെരൂബുകളെ ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്.
ദൈവം ചില കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഡിസൈൻ ചെയ്യുന്നു. എന്നാൽ ആരാധന എന്ന് പറയുന്നത് ആരാധനയ്ക്ക് യോഗ്യനായവന് മാത്രം റിസീവ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ആരാധന. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് വിഗ്രഹം ഉണ്ടാക്കരുത്. എന്ത്? അതെ, ഭൂമിയിൽ മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിൽ എങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത് എന്ന് പുറപ്പാട് 20:4 പറയുന്നു. പ്രൈസ് ഗോഡ്. ഇനി മുന്നറിയിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. എന്താണ് മുന്നറിയിപ്പുകൾ? വിലക്കുകൾ നമ്മൾ കേൾപ്പാനിടയായി. ഇനി അടുത്തത് മുന്നറിയിപ്പാണ്. എന്താണ് മുന്നറിയിപ്പ്? 1 കൊരിന്ത്യർ 10:7 വായിക്കണം ഒരാള്, മറ്റൊരാള് ആവർത്തനം 11:16 വായിക്കണം. ഞാൻ പേര് പറയാം ഓരോരുത്തര്. ആനി സിസ്റ്റർ വായിക്കേണ്ടത് 1 കൊരിന്ത്യർ 10:7. മുന്നറിയിപ്പ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ റെഫറൻസ് എഴുതണം. 1 കൊരിന്ത്യർ 10:7 ഒന്നാമത്തെ മുന്നറിയിപ്പ്. രണ്ടാമത്തെ മുന്നറിയിപ്പ് കാണുന്നത് ആവർത്തനം 11:16, അത് ജിൻസി വായിക്കുക. മൂന്നാമത്തത് മുന്നറിയിപ്പ് കാണുന്നു യെശയ്യാ 42:8, അത് ബ്ലസ്സൻ വായിക്കണം. സ്തോത്രം. അടുത്ത മുന്നറിയിപ്പ് 1 കൊരിന്ത്യർ 10-ാം അധ്യായം 14-ാമത്തെ വാക്യം മിനിസിസ്റ്റർ വായിക്കണം. അത് കഴിഞ്ഞ് 1 യോഹന്നാൻ 5-ാം അധ്യായം 21-ാം വാക്യം സൂസൻ സിസ്റ്റർ വായിക്കണം. ഇത്രയും വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 10:7 ജനം അങ്ങനെ പറഞ്ഞ് റെഫറൻസ് പറഞ്ഞു വായിച്ചാട്ടെ. താങ്ക് യു. 1 കൊരിന്ത്യർ 10:7 ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവിടെ വരയിടണം. അപ്പോൾ ഈ തിരുവെടുത്ത് നിങ്ങൾ അവർക്ക് തെളിയിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അടുത്ത ആള് വായിക്കാമോ? യെസ്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങളുടെ ഹൃദയത്തിന് ഭോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും. അപ്പൊ വഞ്ചിതരാകാതെ ഇരിപ്പാനുള്ള ഒരു വാണിംഗ് ആണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. എടുത്ത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. അടുത്ത ആള് വായിച്ചാട്ടെ. യെശയ്യാ 42:8. ഐശയ്യാ 42:8. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. നോക്കുക, അപ്പോൾ സ്തുതിയും ബഹുമാനവും മഹത്വവും ഒന്നും വിഗ്രഹങ്ങൾക്ക് നമ്മൾ കൊടുക്കരുത്. നമ്മൾ കാണാറില്ലേ, കുരിശടിയുടെ മുമ്പാകെ പല സ്ഥലങ്ങളിലും ഒക്കെ പോയി നിന്ന് ഇതിന്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ നമ്മൾ എത്ര വേദനയോടെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ദൈവമേ, അവരുടെ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. ഇത് മനുഷ്യൻ ഉണ്ടാക്കിയ സിമെന്റും കല്ലും മണ്ണും മരവും മരമുട്ടിയും ഒക്കെയാണ് എന്നുള്ള ഒരു ദൈവിക ബോധം അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീവ്രതയോടെ പ്രാർത്ഥിക്കണം. അടുത്തത് 1 കൊരിന്ത്യർ 10:14 എന്താണ് എഴുതിയിരിക്കുന്നത്? അടുത്ത ആള് വായിച്ചാട്ടെ, സിസ്റ്റർ സൂസൻ. എനിക്ക് വായിക്കാൻ തന്നെ 1 ജോൺ 5:21 ആണ്. 5:20 പറഞ്ഞ 5:21. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. നോക്കുക, അപ്പോൾ നമ്മൾ വിഗ്രഹങ്ങളോട് അടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിട്ട് അകന്ന് സൂക്ഷിച്ചോണമെന്നാ പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം മിനിസിസ്റ്ററിന് തന്നിരിക്കുന്നു തോന്നുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവീൻ. അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ട് ഓടിക്കോളാനാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇനിയും അടുത്ത ചില വാക്യങ്ങളൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. 2 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം 16-ാം വാക്യവും ആമേൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അവിടെ എഴുതിയിരിക്കുന്നത് വിഗ്രഹം ആരാധിക്കുന്നവരുടെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോരുവീൻ എന്നുള്ള ഒരു കാര്യമാണ് POC ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുടെ ഇടയിൽ നിന്നും ഇറങ്ങിപ്പോരുവീൻ എന്നാണ് POC പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 6:6 പിന്നെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ആകാശം ഭൂമിയും അവയിലുള്ള സർവ്വവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരിയണം. ഇതാണ് അപ്പോസ്തല പ്രവൃത്തി 14:15 അതിനോട് ചേർത്ത് വായിക്കാം. അടുത്തത്
യിരെമ്യാവ് 2:27 പറയുന്നത്, അവർ മരത്തോട് നീ എൻ്റെ അപ്പനെന്നും കല്ലിനോട് നീ എന്നെ പ്രസവിച്ചവളെന്നും പറയുന്നു. ഇനി വിഗ്രഹങ്ങൾക്ക് വരുവാനുള്ള ന്യായവിധിയും കൂടെ നിങ്ങൾ കുറിക്കണം. സ്തോത്രം. ഞാൻ റെഫറൻസ് പറയാം. യിരെമ്യാ 51:47. വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരുന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. മേഴ്സി സിസ്റ്റർ ഒന്ന് വായിക്കണേ. അടുത്ത ഒരാൾ വായിക്കേണ്ടത് മീഖ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യം ആനി സിസ്റ്റർ വായിക്കണം. സക്കരിയ പ്രവാചകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 2-ാം വാക്യം മിനി സിസ്റ്റർ വായിക്കണം. മറ്റൊരാള് യെശയ്യാവ് 2-ാമത്തെ അധ്യായം 19 മുതൽ 21 വരെ അത് മറ്റൊരാൾ വായിക്കണം. അപ്പോൾ ഇവിടെയെല്ലാം എഴുതിയിരിക്കുന്നത് എന്താണ്? യെശയ്യാ 51:47. ദൈവം ഇപ്രകാരം അരുളി ചെയ്യുകയാണ്, ഞാൻ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരും. വിഗ്രഹങ്ങളെ അതുകൊണ്ട് ഞാൻ ബാബേലിലെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരും. അന്ന് ദേശമെല്ലാം ലജ്ജിച്ചു പോകും. അതിലെ നിഹതന്മാരൊക്കെയും അതിന്റെ നടുവിൽ വീഴും. അപ്പൊ വിഗ്രഹങ്ങളെ ദൈവം സന്ദർശിക്കും. മാത്രമല്ല അടുത്ത ആള് വായിക്കണം യിരെമ്യാവ് 51:52. അതുകൊണ്ട് ഞാൻ അതിലെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരുമെന്ന് ആർക്കാ റെഫറൻസ് ചെയ്യാൻ തന്നത്? പറയും, അന്ന് ദേശത്ത് എല്ലായിടവും നിഹിതന്മാർ കിടന്ന് ഞരങ്ങുമെന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. മീഖ 5:13 തന്നയാള് വായിക്കാമോ പ്ലീസ്? ഞാൻ വിഗ്രഹങ്ങളെയും സ്തംഭപ്രതിഷ്ഠകളെയും നിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. അടുത്തത് സെക്കരിയ പ്രവചന പുസ്തകം 13:2. ഇനി നിന്റെ കൈപ്പണിയെ നമസ്കരിക്കുകയില്ല. അടുത്താട്ടെ. സെക്കരിയ പ്രവചന പുസ്തകം 13:2. അന്നാളിൽ ഞാൻ ദേശത്തു നിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതെയാക്കും, ഇനി അവയെ ഓർക്കുകയുമില്ല. വിഗ്രഹങ്ങളുടെ പേര് തന്നെ ദൈവം എടുത്തു മാറ്റും. ഇനി വരുവാൻ പോകുന്ന ന്യായവിധി ദിവസത്തിൽ വിഗ്രഹാരാധനയുടെ ആളുകൾക്ക് വരാൻ പോകുന്ന ഭീകര കാര്യം കൂടെ യെശയ്യാവ് 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ, സ്തോത്രം. എന്താ എഴുതിയിരിക്കുന്നത്? ഐ തിങ്ക് അഞ്ചുവാനെ ജെക്സൺ വായിക്കാമോ? And they shall go into the halls of the rock and into the caves of the earth for fear of the Lord and for the glory of his majesty, when he riseth to shake terribly the earth. In that day a man shall cast his idols of silver and idols of gold, which they made each one for himself to worship, to the moles and to the bats. 21 verse 21. To go into the clefts of the rocks and into the tops of the ragged rocks, for fear of the Lord and for the glory of his majesty, when he riseth to shake terribly the earth. Praise God. നോക്കുക, അപ്പോൾ ദൈവം മനുഷ്യരെ സന്ദർശിപ്പാൻ, ദൈവം ഭൂമിയെ നടുക്കാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഭയങ്കരത്വ നിമിത്തം, അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തം പാറകളുടെ ഗുഹകളിലും മണ്ണിലെ പൊതുക്കളിലും ആളുകൾ കടക്കും. യഹോവ ഭൂമിയെ നടുക്കാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗഹ്വാരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുരപ്പനലിക്ക് നരിച്ചീറണം എന്ത് ചെയ്യും? എറിഞ്ഞുകളയും. മനസ്സിലായോ? ഇന്ന് ആരാധനാ വസ്തുവായി മനുഷ്യരുണ്ടാക്കി വെച്ച് പള്ളികളിലും കുരിശടികളിലും മറ്റ് ആരാധനാ സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് നമസ്കരിക്കുന്നതിനെയൊക്കെയും വലിച്ചെറിയുന്ന കാലം വരും. മാത്രമല്ല സഹോദരങ്ങളെ, ഇനി ഒരു ക്വസ്റ്റ്യൻ മേജറായിട്ടുണ്ട്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? സ്വർഗം കിട്ടുമോ? ദർ ഇസ് എ മേജർ ക്വസ്റ്റ്യൻ. വാട്ട് ബൈബിൾ സേസ്. എനിക്ക് സ്വന്തമായി ഒന്നും പറയാനില്ല. ഞാൻ വേദപുസ്തകം പഠിപ്പിക്കുക എന്നുള്ളതാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന റെവലേഷൻ. അതുകൊണ്ട് അതിനകത്തൊരു മായമോ കലർപ്പോ ഒന്നും ചേർക്കാൻ എനിക്ക് അവകാശമില്ല. കാരണം ഇതിൽ അധികമായാൽ എൻ്റെ പേര് വെട്ടും. ആമീൻ. ഇതിൽ നിന്ന് നീക്കിക്കളഞ്ഞാൽ എന്നെ ജീവവൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് എടുത്തു കളയും. അതുകൊണ്ട് ഇതിന് കൂട്ടാൻ പറ്റത്തില്ല, ഇതിന് കുറയ്ക്കാനും പറ്റത്തില്ല. ഇതിന്റെ ഒറിജിനൽ എങ്ങനെയാണോ അങ്ങനെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 15-ാം വാക്യവും 21-ാം അധ്യായം 8-ാം വാക്യവും നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. 5 ഒന്ന് വായിക്കാമോ? Praise the Lord. Revelation chapter 22 verse 15 and 21 verse 8. Yes. Revelation 22 verse 15.
നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അപ്പൊ നോക്കുക, സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്തള്ളപ്പെടുവാനിടയായി തീരും. അപ്പൊ എന്താ എഴുതിയിരിക്കുന്നത്? അത് മനം തിരിയാത്തവർ, ക്ഷുദ്രക്കാര്, ദുർനടപ്പുകാര്, കൊലപാതകന്മാര്, ബിംബാരാധികൾ, ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെയാണ്. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കൈ കത്തുന്ന പൊയ്കയും അത്രേ. അത് രണ്ടാമത്തെ മരണം. നോക്കിക്കേ, ഇപ്പൊ വിഗ്രഹാരാധികളായ ആളുകളുടെ അന്ത്യം നിത്യ നരകത്തിലാണ് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് കിടക്കുന്നു. ഇവിടെയാണ് സഹോദരങ്ങളെ ആത്മീയ അന്ധത മനുഷ്യനെ ബാധിച്ചു കഴിയുമ്പോൾ ദൈവഭക്തി ആത്മീയ വേഷത്തിലിട്ട് ലക്ഷക്കണക്കിന് ആളുകള്, കോടിക്കണക്കിന് ആളുകളെ നിത്യ നരകത്തിലേക്ക് ആത്മീയരെന്ന് പറയുന്ന ആളുകൾ കൊണ്ടുപോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഇതിനാൽ വ്യക്തമായല്ലോ. നാം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചു വരുമ്പോൾ അതിൽ നിന്ന് കർത്താവ് നമുക്ക് നൽകിയ അതിശക്തമായ ചില കാഴ്ചപ്പാടുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ദൈവഭക്തി, ദൈവഭയം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ആ ഒരൊറ്റ വാക്യത്തിന്റെ ഒരു വേർഡിൽ നിന്നാണ് നമ്മൾ ഈ 3 ക്ലാസ്സുകൾ കൊണ്ടുപോയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് റിയൽ ദൈവഭയം, എന്താണ് റിയൽ ഫിയർ ഓഫ് ഗോഡ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളം എപ്പോഴും ദൈവത്തോട് പറ്റി നിന്നാൽ ദൈവത്തിന്റെ വലങ്കൈ നിങ്ങളെ താങ്ങാനിടയായി തീരും. അതുകൊണ്ട് അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമുക്ക് കൃപ നൽകട്ടെ. പ്രിയ ജിക്സൺ ഇപ്പോൾ പ്രാർത്ഥിക്കും. Praise God. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കൃപ നൽകിയതിനായി നന്ദി പറയുന്നു. യേശുവേ ഇത്രയും സമയം ഞങ്ങൾക്ക് ഇരുന്ന് വചനം കേൾക്കാനായി ഞങ്ങൾക്ക് അവസരം നൽകിയതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ കാതുകളെല്ലാം തുറന്ന്, ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം തുറന്ന് ഞങ്ങൾക്കത് കേൾപ്പാനായി ഞങ്ങളുടെ ഹൃദയത്തിലേക്കും അത് എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് രൂപാന്തരത്തിനായി ഞങ്ങൾക്ക് അവസരം നൽകിയതിനായി പ്രത്യേകം നന്ദി പറയുന്നു. യേശുവേ അങ്ങയോടെ തിരിക്കുവാനായി ആ ദൈവഭക്തിയിലും ദൈവവിശ്വാസത്തിൽ ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ക്രമീകരിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും അങ്ങ് തൊട്ട് അനുഗ്രഹിക്കപ്പെടുമാറാവുന്നു പ്രാർത്ഥിക്കുന്നു. അതുവഴി അവരുടെ ജീവിതത്തിലേക്ക് രൂപാന്തരം ഇറങ്ങിച്ചെല്ലുവാനായി അത് ആഴങ്ങളിലേക്ക് ദൈവവചനം പഠിക്കാനായി ഞങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്കായി പ്രത്യേകം നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. യേശുവേ അങ്ങയുടെ സാന്നിധ്യവും കൃപയും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവഴി ഞങ്ങൾക്ക് നൽകുന്ന ദേവദാസനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആ വചനം ശ്രവിക്കാനും വചനം പറഞ്ഞു തരാനും ഞങ്ങൾക്ക് കൊടുത്ത കൃപയ്ക്കായും പ്രത്യേകം നന്ദി പറയുന്നു. ആ കുടുംബത്തെ അനുഗ്രഹിക്കപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ കേട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലെയും ഓരോ തലമുറകളെയും അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവേ അവർ എത്തിപ്പെടുന്ന ഓരോ സ്ഥലങ്ങളിലും അവർക്ക് ദൈവവചനം പറയുവാനും അവർക്ക് പഠിപ്പിക്കുവാനുള്ള കൃപ കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ കൃപാവരങ്ങളും ഞങ്ങളെ നിറയ്ക്കുന്നതിനായും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഞങ്ങളുടെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമാറാണെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ആമേൻ. 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 കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞായറാഴ്ച എനിക്ക് മറ്റൊരു വർഷിപ്പ് 2 നടത്താനായിട്ട് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. വൈകുന്നേരത്ത് നമ്മുടെ കൂട്ടായ്മയിലേക്ക് വളരെ പ്രാർത്ഥനയോടെ പ്രവേശിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകട്ടെ. നേരത്തെ നമ്മൾ കേട്ടതുപോലെ ഈ യൂട്യൂബിന്റെ ലിങ്കുകൾ നിങ്ങളുടെ മാക്സിമം ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് നിയോഗമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഈ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളായി തീരട്ടെ. അവരും ഇവിടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ നിങ്ങൾ ആ ലിങ്ക് അയച്ചു കൊടുത്തേച്ച് നിങ്ങൾ അവർക്കായിട്ട് പ്രാർത്ഥിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അവർക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ആമേൻ. നോക്കുക, ഈ കൊച്ചാളാണെങ്കിലും പ്രാർത്ഥനയുടെ സമയത്ത് 1.5 വയസ്സേ ഉള്ളൂ. കയറി തുണിയും മൂടി മടിയിരിക്കുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പം നമ്മളെ വിത്ത് അവരിലേക്ക് വിതയ്ക്കുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീരട്ടെ. പ്രൈസ് ഗോഡ്. എല്ലാവരും ചേർന്ന് എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് ആശീർവാദം എല്ലാ വേദവിദ്യാർത്ഥികളും കാണാതെ പറയണം. ആമേൻ. ഒരുമിച്ച് അത് പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. ഒരുമിച്ച് എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ടേ പറയാം. ഞാൻ പറയുമ്പോൾ പറയണം. ഓക്കെ. എലിസബത്ത്, അംബ്ലി, ശ്രീമോൻ, യെസ്, എല്ലാവരും
The grace of Okay. കർത്താവേ, ക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഞങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. Amen. Amen. Okay, God bless you, everyone. See you in the evening. Amen. God bless you. Amen. God bless you. Pastor.